നമ്മൾ ഇന്നലെ വായിച്ച അതേ വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഇന്ന് രാത്രിയിലും തിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം, അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ സഹോദരി ബീന വായിച്ചാൽ. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദിമോസ് എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാൺമാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഈ വചനത്തിനായി ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്നലെ മുതൽ നമ്മൾ ചിന്തിച്ചു വരുന്നത് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് പുതിയ ജനനത്തിൻ്റെ ആവശ്യകത, the necessity of the new birth, the essentiality of the new birth, അതാണ് നമ്മൾ ഇന്നലെ മുതൽ ചിന്തിച്ച് വരുന്നത്. ഇന്നും അതേ വേദഭാഗം, അതേ കാര്യങ്ങൾ ആണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ എനിക്ക് ഹൃദയത്തിൽ ആഗ്രഹമുള്ളത്. നമ്മൾ ഈ വായിച്ച് കേട്ട വാക്യങ്ങൾ ഇന്നലെയും നമ്മൾ ധ്യാനിച്ചുവെങ്കിലും ഒരു 2 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ഹൃദയം ഒന്ന് റിഫ്രഷ് ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവും നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുമായിട്ടുള്ള ഒരു ഇൻ്ററാക്ഷനാണ് നമ്മളിവിടെ കാണുന്നത്. എന്നാൽ 9-ാമത്തെ വാക്യം കഴിഞ്ഞാൽ പിന്നെ നിക്കോദിമോസ് സൈലൻ്റ് ആകുകയാണ്. ബാക്കി കർത്താവ് പറയുന്നത് അദ്ദേഹം കേൾക്കുന്നുണ്ട്. ഈ മനുഷ്യൻ ഒരു പ്രമുഖ വ്യക്തിയാണ്. ഇന്നലെ നമ്മൾ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെട്ടതാണ്. ഒരു സാധാരണക്കാരനല്ല. നമ്മുടെ ഭാഷ പറഞ്ഞാൽ ലോകപ്രകാരം നിലയും വിലയും ഒക്കെ ഉള്ള മനുഷ്യനാണ്. ആത്മീകമായി തന്നെ അദ്ദേഹം വളരെ അറിയപ്പെട്ട ഒരാളാണ്. അദ്ദേഹം ഒരു യഹൂദനാണ്, ഒരു ഫരീസയനാണ്, സെൻഹദ്രി സംഘത്തിലെ അംഗമാണ്. അതുപോലെ കർത്താവ് തന്നെ പറയുന്നു അദ്ദേഹം ഇസ്രായേലിലെ ഒരു വേദപണ്ഡിതനാണ്. ഇങ്ങനെയുള്ള ഒരു വലിയ വ്യക്തിയാണ് കർത്താവിൻ്റെ അടുക്കൽ വരുന്നത്. 2-ാം വാക്യം മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ആ ഇൻ്ററാക്ഷൻ നമ്മൾക്ക് കാണുവാൻ കഴിയും. ഏറ്റവും അസാധാരണമായ ഒരു സംഭാഷണമാണ്. പ്രത്യേകിച്ച് അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ഫരീസയരുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരാൾ മുന്നോട്ട് വന്ന് ഒരു ഡയലോഗിൽ ഏർപ്പെടുക എന്നുള്ളത് പറയുന്നത് അസാധാരണമാകുന്ന സംഭവമാണ്. എവിടെ കിട്ടിയാലും കർത്താവിനെ 2 വാക്കിൽ വിമർശിക്കാനും കുറ്റം വിധിക്കാനും വാക്കിൽ കൊടുക്കുവാനും ശ്രമിക്കുന്ന ഫരീസയരുടെ സംഘത്തിൽ നിന്ന് ഒരാൾ രാത്രിയുടെ മറവിൽ കർത്താവിൻ്റെ അടുക്കൽ വന്ന് വേദശാസ്ത്രപരമായ കാര്യങ്ങൾ കർത്താവുമായിട്ട് ചർച്ച ചെയ്യുന്നതായിട്ടാണ് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ സുവിശേഷ വിവരണങ്ങളിലെല്ലാമായി യേശു ഏതെങ്കിലും ഒരു മതനേതാവിനോട് നടത്തിയ ഏറ്റവും ദൈർഘ്യമേറിയ സംഭാഷണമായിട്ടാണ് ഞാൻ ഇത് കാണുന്നത്. ഇസ്രായേലിനെ കുറിച്ചും ഇസ്രായേലിലുള്ള മത നേതൃത്വത്തെക്കുറിച്ചും ഒക്കെ നിങ്ങൾക്കറിയാം. ശാസ്ത്രിമാരുണ്ട്, ഫരീസയരുണ്ട്, സദ്ദൂക്യരുണ്ട്, എസ്സീന്യരുണ്ട്. ഇങ്ങനെ അവരുടെ ഇടയിൽ ഒരുപാട് സെക്റ്റുകളുണ്ട്. ഇവരിൽ മിക്കവരും യേശുവിനെ അംഗീകരിച്ചവരല്ല. അവിടെയാണ് നമുക്ക് നിക്കോദിമോസിൻ്റെ ഈ വരവും യേശുവുമായിട്ടുള്ള സംഭാഷണത്തിൻ്റെ ആ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടത്. 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് വളരെ ബ്ലണ്ടായിട്ട് ഒരു
കാര്യവും മറച്ചു വെക്കാതെ ഈ വലിയ മനുഷ്യനോട് പറയുന്നത് അദ്ദേഹം സ്വർഗത്തിൽ പോകത്തില്ലെന്നാ. അത് ഷോക്കിംഗ് ആണ്. യഹൂദന്മാരോട് ആരോടെങ്കിലും ആര് സ്വർഗത്തിൽ പോകുമെന്ന് ചോദിച്ചാൽ അവർക്കൊരു മടിയുമില്ല. ഒരു ശാസ്ത്രി അല്ലെങ്കിൽ ഫരീസൻ, ഈ കൂട്ടർ പോകും. അതെന്താണ്? അത്രമാത്രം ഭക്തിയോടെ ജീവിക്കുന്ന ആളുകളാണ്. അവരുടെ കയ്യിൽ ഇരിക്കുന്ന ബൈബിൾ, പഴയ നിയമം അവർക്കുണ്ട്. നന്നായി ദൈവവചനം പഠിക്കുന്നവരാണ്. കർത്താവുമായിട്ടുള്ള ഈ ഏറ്റുമുട്ടലിൽ നിക്കോദിമോസിനോട് പറയുന്നത് പോയിന്റ് ബ്ലാങ്ക് ആയിട്ട് പറയുകയാണ്, സ്വർഗരാജ്യത്തിൽ കടക്കണമെങ്കിൽ നീ പുതിയതായിട്ട് ജനിക്കണം. അതാണ് മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. എന്ന് പറഞ്ഞാൽ നീ ഇപ്പോൾ ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ അല്ല, നീ ദൈവത്തിന്റെ ഭരണത്തിന് പുറത്താണ്. അർത്ഥം, നിനക്ക് ദൈവവുമായി വ്യക്തിപരമായ ബന്ധം ഇല്ല. അങ്ങനെ ഒരു ബന്ധം നിന്റെ ഉള്ളിലുണ്ടായി ദൈവം നിന്നെ ഭരിക്കണമെങ്കിൽ നീ ഒന്നുകൂടെ ജനിക്കണം. നീ ഉയരത്തിൽ നിന്ന് ജനിക്കണം. നീ പുതിയതായിട്ട് ജനിക്കണം. വളരെ ഷോക്കിംഗ് ആണിത്. അതാണ് നമ്മൾ ഇന്നലെ ധ്യാനിക്കുവാനായി തുടങ്ങിയത്. ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. 2-ാം വാക്യത്തിൽ നിക്കോദിമോസ് വന്ന് റബ്ബി എന്നൊക്കെ വിളിച്ച് കർത്താവിനെ ശ്ലാഘിച്ചുകൊണ്ട് പറയുകയാണ്, അവിടുന്ന് ചെയ്യുന്ന ഈ അത്ഭുതങ്ങളൊക്കെ ദൈവം അവിടുത്തെ കൂടെ ഇല്ലെങ്കിൽ ഇതൊരിക്കലും സാധ്യമല്ല. അങ്ങനെ വളരെ നല്ല വാക്കുകൾ പറഞ്ഞിട്ട് നമ്മുടെ ഭാഷ ഞാൻ ഉപയോഗിക്കുക, കർത്താവ് അത് മൈൻഡ് ചെയ്തില്ല. അതിനെക്കുറിച്ചൊരു ചർച്ച പോലുമില്ല. നേരിട്ട് അവന്റെ ആത്മീക സ്ഥിതിയെ വിലയിരുത്തിക്കൊണ്ട് സത്യമായി കാര്യം പറയുക. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, ഇതാണ് ദൈവത്തിന്റെ സ്നേഹം. അല്ലാതെ ദൈവസ്നേഹം നമ്മളെ വെറുതെ ഇങ്ങനെ വാനോളം പുകഴ്ത്തുന്നതല്ല. കുറവുകൾ ഉള്ളപ്പോൾ കുറവിനെ മറച്ചു വെച്ചുകൊണ്ട് നമ്മളെന്തോ വലിയ സംഭവമാണെന്ന് പറയുന്നതല്ല ദൈവസ്നേഹം. ദൈവത്തിന്റെ സ്നേഹം ആ കുറവിനെ ചൂണ്ടിക്കാണിച്ച് ആ കുറവിനെ തിരുത്തുവാനുള്ള ദൈവകൃപയും പകർന്ന് നിത്യതയിൽ നമ്മളെ കൊണ്ട് തന്നോടുകൂടെ പാർപ്പിക്കണം. അതാണ് ദൈവത്തിന്റെ പദ്ധതി. ഇന്നും കാലഘട്ടത്തിൽ സത്യമായിട്ട് നേരിട്ട് കാര്യം പറഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടമല്ല. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ നിന്ന് ചിലരൊക്കെ പോയി. അതിൻ്റെ ഏക കാരണം ഇതാണ്, എൻ്റെ വചനങ്ങൾ കുത്തിപ്രസംഗം പോലെ അവർക്ക് തോന്നുന്നു. എന്നെ ബലത്തോടെ നിർത്തിയത് യേശുവിൻ്റെ സംഭാഷണവും ദൂതുകളുമാണ്. നേരിട്ടാണ് കാര്യം പറഞ്ഞത്. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഇതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അവന്റെ യഥാർത്ഥ ആത്മീകത വിലയിരുത്തി കർത്താവ് പറയുന്നത്, നീ അന്ധനാണ്, ദൈവരാജ്യം നീ കാണത്തില്ല പുതുതായിട്ട് ജനിക്കാൻ. ആ വാക്കാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ആൾ ആത്മീകമായി മരിച്ചവനാണ്. ജീവനുണ്ടെന്ന് പേരുണ്ട്, പക്ഷേ ഈസ് എ ഡെഡ് പേഴ്സൺ. വാസ്തവത്തിൽ ആ മനുഷ്യൻ അവിടെ നിന്ന് എങ്ങനെ ഇത് താങ്ങിയെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ആളുകളെല്ലാം പുകഴ്ത്തുന്ന ഒരു മനുഷ്യനാണ്. ആ ആളിനോടാണ് കർത്താവ് പറയുന്നത്, ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. എന്നിട്ട് പുതിയതായി ജനിച്ചില്ലെങ്കിൽ അതാണ് റെമഡി. പുതിയ ജനനമെന്ന ഒരു അപാര അത്ഭുതമുണ്ട്. ആ അത്ഭുതത്തിലൂടെ മാത്രമേ ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ നിനക്ക് വരാൻ കഴിയുള്ളൂ. ഞാൻ ഇന്നലെ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതാണ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവഭരണത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. ഭാവിയിൽ അക്ഷരികമായി ദൈവം ഈ ഭൂമിയെ ഭരിക്കും. മശിയ വരുമ്പോൾ മശിയ ഭരിക്കുമെന്നുള്ള നല്ല വിശ്വാസം അവർക്കുണ്ട്. എന്നാൽ അവരുടെ വിശ്വാസം അനുസരിച്ചുള്ള ഭരണം ഭാവിയിലാണ് നടക്കുന്നത്. കർത്താവിൻ്റെ ആദ്യത്തെ വരവെങ്കിൽ കർത്താവ് ഇനോഗ്രേറ്റ് ചെയ്തത് ആത്മീക രാജ്യമാണ്,
അത് കാണാൻ ഇവർക്ക് സാധിക്കുന്നില്ല. കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ യേശുവിനിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ഉള്ളിൽ നടക്കുന്ന ഭരണം, ഒരാത്മീക രാജ്യത്തെക്കുറിച്ചാണ് കർത്താവ് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞു, 1000 ആണ്ട് വാഴ്ച ഭാവിയിൽ അക്ഷരികമായി ഈ ഭൂമിയിൽ നടക്കും. നിത്യമായ ഭരണമുണ്ട്. എന്നാൽ ഒന്നാമത്തെ വരവിൽ കർത്താവ് തുടങ്ങുന്നത് ദൈവത്തിന്റെ ഭരണം ആത്മീകമായതാണ്. അത് മനുഷ്യരുടെ ഉള്ളിലാണ്. പുതുതായി ജനിച്ചില്ല എങ്കിൽ ആ പുതിയ ജനനം, മലയാളത്തിൽ പുതിയ ജനനം, പുതിയതായിട്ട്, പഴയ ജനനമല്ല, പുതിയ ജനനം, രണ്ടാമത് ജനിക്കുക, ഉയരത്തിൽ നിന്ന് ജനിക്കുക. ശരിക്കും ഈ ജനനം ദൈവം ഫിസിക്കലായി, അക്ഷരികമായി, ഭൗതികമായ ജീവൻ ഒരമ്മയുടെ ഉദരത്തിൽ അത്ഭുതകരമായി സൃഷ്ടിക്കുന്നതിൽ അതിനേക്കാൾ വലിയ അത്ഭുതമാണ് പാപിയായ ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ ജീവൻ പകർന്ന് അവനെ പുതിയതായി സൃഷ്ടിക്കുക. അതാണ് പുതിയ ജനനം. ശരിക്കും അക്ഷരികമായി നമ്മൾ ജനിച്ചപ്പോൾ ഏതെങ്കിലും ഒരു കുടുംബത്തിന്റെ ഭാഗമാണ് നമ്മൾ. അതിനേക്കാൾ വലിയ അത്ഭുതമാണ് ഈ അപാര ദൈവത്തിന്റെ ശക്തി നമ്മുടെ ഹൃദയത്തിൽ കടന്നു വന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് ജനിപ്പിക്കുക. അതാണ് വീണ്ടും ജനനം, അതാണ് പുതിയ ജനനം, അതാണ് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ. അല്ലാതെ മതം കളിച്ച് ആത്മീകം കളിച്ചാൽ പ്രിയരെ നാം നഷ്ടപ്പെട്ടു പോകും. നാം നഷ്ടപ്പെട്ടു പോകും. ദൈവാത്മാവിന്റെ ഉള്ളത്തിൽ തന്ന ഒരു നിയോഗം പറഞ്ഞ് ഞാൻ തുടരാം. ഇതിനകത്ത് കടന്നു വന്നിരിക്കുന്നവർ ചിലർ നിക്കോദിമോസിനെ പോലെ മതത്തിൻ്റെതായിട്ടും പാരമ്പര്യത്തിൻ്റെതുമായിട്ടുള്ള ആ ഒരു ശക്തിയിൽ നിന്ന് ഇത് മതി എന്ന് ചിന്തിക്കുന്നവർക്ക് ഇത് ഒരു എൻകൗണ്ടർ ആണ്. നിക്കോദിമോസിന്റെ ജീവിതത്തെ ഡിഫൈൻ ചെയ്ത ഒരു എൻകൗണ്ടർ ആണ് യേശുവുമായിട്ടുണ്ടായത്. അവൻ വിശ്വാസിയായി തീർന്നു. 3-ാം അധ്യായത്തിൽ നമുക്ക് അറിഞ്ഞുകൂടാ. 9-ാം വാക്യം കഴിഞ്ഞിട്ട് സൈലന്റ് ആണ്. എന്നാൽ 7-ാമത്തെ അധ്യായത്തിന്റെ വെളിച്ചത്തിലും 19-ാമത്തെ അധ്യായത്തിന്റെ വെളിച്ചത്തിലും എനിക്ക് വ്യക്തിപരമായി ബോധ്യമാകുന്നത് ഈ മനുഷ്യൻ മാറി എന്നുള്ളതാണ്. ചിലരുടെക്ക് ഇന്നും ഈ തിരുവല്ലായിൽ ഒരു ഡിഫൈനിങ് മൊമെന്റ് ആണ്. അത് പാഴാക്കല്ല്. ആത്മാവ് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ മതം പറഞ്ഞ്, പാരമ്പര്യം പറഞ്ഞ്, പഠിപ്പ് പറഞ്ഞ്, മറ്റ് പലതും പറഞ്ഞ് മാറ്റി നിർത്തരുത്. സ്വീകരിക്കണം. ഒരപാര അത്ഭുതം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നടക്കും. പ്രവാചക ഭാഷ പറഞ്ഞാൽ പുതിയ ഒരു ഹൃദയം നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് തരും. ആ പഴയ കല്ലായ ഹൃദയത്തെ ആത്മാവ് നീക്കം ചെയ്ത് വചനത്തോട് പ്രതികരിക്കുന്ന ദൈവ ഭയമുള്ള ഒരു പുതിയ സൃഷ്ടിപ്പ്, ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ദാനമായി തരും. അതാണ് നമുക്ക് വേണ്ടത്. പെന്തക്കോസ്ത് കളിച്ചിട്ട് ഒരു ഗുണവുമില്ല. ഇത് നിങ്ങളോട് ആരും പറഞ്ഞു തരത്തില്ല. പെന്തക്കോസ്തിൽ വരുന്നത് നല്ലതാണ്, വചനം ഉള്ളിടത്ത്. അതിപ്പോൾ ചുരുങ്ങിപ്പോയെന്നുള്ള ദുഃഖകരമായ കാര്യം കൂടെ ഞാൻ സന്ദർഭവശാൽ പറയുകയാണ്. വേർപെടുന്നത് നല്ലതാണ്. പെന്തക്കോസ്ത് വാസത്തിൽ ഒരു പള്ളിയോ ഡിനോമിനേഷനോ ഒന്നുമല്ല. പരിശുദ്ധാത്മ നിറവിലുള്ള ജീവിതമാണ്. ആ അനുഭവം നമുക്ക് ആവശ്യമാണ്. അതിനെ മതമാക്കി, അതിനെ ഒരു സംഘടനയാക്കി അതിനെ തീർത്തതാണ് ഏറ്റവും വലിയ അപജയം. നമുക്ക് ബൈബിളിലേക്ക് മടങ്ങി വരണം, ക്രിസ്തുവിലേക്ക് മടങ്ങി വരണം, ആത്മനിറവിലേക്ക് മടങ്ങി വരണം, ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം. അങ്ങനെ പ്രവേശിക്കാത്തവർ ഭാരപ്പെടണ്ട. ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം കർത്താവ് തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഈ ശക്തമായ വാക്കുകൾ പറയുന്നത് അവനെ അപമാനിക്കാനല്ല. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതാണ് ദൈവത്തിന്റെ സ്നേഹം. പുതിയ ജനനം.
ആ ജനനത്തിലൂടെ മാത്രമേ ദൈവരാജ്യത്തിൽ നമുക്ക് പ്രവേശനം ഉള്ളൂ. ജോർജ് വൈറ്റ്ഫീൽഡ് എന്ന് പറയുന്ന ഒരു സുവിശേഷകൻ 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു. അദ്ദേഹം ഈ പ്രസംഗം പുതിയതായി ജനിക്കണമെന്നുള്ളത് 3000 തവണ പ്രസംഗിച്ചെന്നാ കണക്ക് പറയുന്നത്. 55-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചുപോയി. അതിനോടകം 3000 വേദികളിൽ ഈ പ്രഭാഷകൻ പുതിയ ജനനം പ്രസംഗിച്ചു. ഒരിക്കലയുടെ പ്രസംഗത്തിൽ ഒരു സഹോദരി വ്യക്തിപരമായി അദ്ദേഹത്തോട് ഒന്ന് ചോദിച്ചു, ഭാഷ വേറെ മെസ്സേജ് ഒന്നും ഇല്ലേ? പുതുതായിട്ട് ജനിക്കണം, പുതുതായിട്ട് യു മസ്റ്റ് ബി ബോൺ അഗൈൻ, ഇതേ ഉള്ളോ? അതെന്താ ഇത് മാത്രം പ്രസംഗിക്കുന്നത്? വൈറ്റ്ഫീൽഡ് പറഞ്ഞെന്നാ പറയുന്നത്, ബിക്കോസ് യു മസ്റ്റ് ബി ബോൺ അഗൈൻ. നീ പുതിയതായിട്ട് ജനിക്കണം. ഞാനിത് ഈ സമയത്ത് ഉദാഹരണം പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ദൂതാണിത്. ഇത് നമ്മുടെ പള്ളികളിൽ നിന്ന് പോയി, ഇത് വേർപെട്ട സമൂഹത്തിൽ നിന്ന് പോയി. സൺഡേ സ്കൂളിൽ ട്രോഫി കിട്ടി, PYPക്കോ CAക്കോ ട്രോഫി കിട്ടി, ഞങ്ങൾ ജയിച്ചു. അതുകൊണ്ട് എന്നാ കിട്ടി? ഒരു ചുക്കും കിട്ടിയില്ല. പുതിയതായി ജനിക്കണം, അല്ലേ നമ്മുടെ തലമുറകൾ പാതാളത്തിൽ പോകും. എല്ലാവരും ഇത് മനസ്സിലാക്കണം. ഉപദേശിമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പുതുതായിട്ട് ജനിച്ചോ? ഇതെന്തൊരു ചോദ്യമാണെന്ന് ചോദിക്കും. ഞാൻ ഗ്രൗണ്ട് ലെവൽ റിയാലിറ്റിയാണ് പറയുന്നത്. ഉപദേശിമാരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ബൈബിൾ കോളേജുകൾ ചെന്ന് ക്ലാസ്സുകൾ എടുത്ത ആളുകൾ രക്ഷിക്കപ്പെടുന്നത് ഈ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. നാം ഭയങ്കര ചുഴിയിലാണ് പ്രിയരെ. നമുക്കൊരു മടങ്ങിവരവ് ആവശ്യമാണ്. പ്രാർത്ഥിക്കേണ്ട വിഷയം ഇതാണ്. ഉണർവെന്ന് പറഞ്ഞാൽ ഇതാണ്. ആളുകളുടെ ഹൃദയം തുറന്ന് യേശു കർത്താവ് അവരെ ഭരിക്കാൻ തക്കവണ്ണം അവർ ഓപ്പൺ ആകണം. അതാണ് ഉണർവ്. അല്ലാതെ നമ്മൾ ആവേശത്തിൽ ഉപരിവിപ്ലവമായി കുറെ കാര്യങ്ങൾ ചെയ്യുന്നത് ഉണർവല്ല, തട്ടിപ്പാണ്. യഥാർത്ഥ ഉണർവ് ദൈവത്തോടുള്ള ഭയഭക്തി നിമിത്തം ആത്മാവ് അകത്ത് കൊണ്ടുവന്ന ചലനത്തിൽ ഹൃദയം രൂപാന്തരപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്ന വിശുദ്ധ കന്യകയെ പോലെ ഇരിക്കുന്ന അനുഭവമാണ്. ഒരു സമൂഹം എഴുന്നേറ്റ മതിയാവൂ. ചെറുപ്പക്കാരെ ഞാൻ ചാലഞ്ച് ചെയ്യുകയാണ്, എഴുന്നേറ്റ മതിയാകൂ, എഴുന്നേറ്റ മതിയാകൂ. തിരുവല്ല പട്ടണത്തിൽ സത്യ സുവിശേഷം വിളമ്പുന്ന ഇടങ്ങൾ ഉണ്ടാകട്ടെ. ചെറുപ്പക്കാർ, സഹോദരി സഹോദരന്മാർ എഴുന്നേൽക്കട്ടെ. ഈ മതത്തിൻ്റെതായിട്ടുള്ള ഈ കെട്ടും ഈ കാര്യങ്ങൾ പൊട്ടട്ടുക. പുതിയതായിട്ട് ജനിക്കണം. നിക്കോദിമോസ് ഇത്ര ശക്തമായിട്ടുള്ള വാക്ക് കർത്താവിൽ നിന്ന് കേട്ടിട്ട് അപമാനിക്കപ്പെട്ടതുപോലൊന്നും അദ്ദേഹത്തിന് തോന്നിയില്ല. പിന്നെയും കർത്താവിനെ ബഹുമാനത്തോടെ അദ്ദേഹം സംബോധന ചെയ്യുകയും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് യേശു പറഞ്ഞതിൻ്റെ വിശദീകരണങ്ങൾ ആവശ്യപ്പെടുന്നതായിട്ടാണ് 4-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നത്. ഞാൻ ആ 4-ാം വാക്യത്തിലേക്ക് പിന്നീട് വന്നുകൊള്ളാം. ഇന്ന് സമയമില്ലെങ്കിൽ നാളെ പ്രധാനമായി ഈ അനുഭവം എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് ഏറ്റവും ലളിതമായി പറയുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ദൈവഹിതമെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൂടെ നിങ്ങൾ കൊണ്ടുവരണം. അവരിത് കേൾക്കട്ടെ. അവർ UK പോയതല്ല വിടുതൽ, കാനഡയിൽ പോയതല്ല വിടുതൽ. അവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം. ഏത് പരീക്ഷ ഉണ്ടെങ്കിലും എന്നാ വലിയ കാര്യമാണെങ്കിലും അത് വിട്ടിട്ട് യോഗത്തിന് കൊണ്ടുവന്ന് ഇക്കാര്യം അവരെ കേൾപ്പിക്കണം. വീട്ടിൽ പോകുമ്പോൾ കുടുംബ പ്രാർത്ഥനയ്ക്കിരുന്നത് ചർച്ച ചെയ്യണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നെങ്കിൽ ക്രിസ്തുവിലേക്ക് അവരെ നടത്തണം. അതാണ് വിടുതൽ. വാസ്തവത്തിൽ ഈ 3-ാം വാക്യത്തിൽ പറയുന്നത് വളരെ ശക്തമായ ഭാഷയാണ്. ഒരു വേദപണ്ഡിതൻ പറഞ്ഞത്, ഇത് നിക്കോദിമോസ് എന്ന് പറയുന്ന നാട്ടിലെ അറിയപ്പെട്ട പരമഭക്തന്റെ കരണത്തടിക്കുന്നത് പോലെ, ചെള്ള നോക്കി അടിക്കുന്ന പോലെയാണ് കർത്താവ് പറഞ്ഞത്. നീ പുതുതായി ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം നീ കാണത്തില്ലെന്നും 5-ാം വാക്യത്തിൽ കടക്കത്തില്ലെന്നും. കട്ടിവാക്കാം.
ഇവന് ദൈവവുമായിട്ട് ബന്ധമില്ലെന്നാണ് കർത്താവ് പറയുന്നത്. ഒരു പാപിയോട് ഇടപെടുന്നത് പോലെ, അവിശ്വാസിയോട് ഇടപെടുന്നത് പോലെയാണ് കർത്താവിനോട് ഇടപെടുന്നത്. ശരിക്കും കർത്താവ് പാരമ്പര്യ കാരണം സ്വർഗത്തിൽ പോകും എന്നും ദൈവവുമായി ബന്ധം പുലർത്തുമെന്നുള്ള യഹൂദൻ മതത്തിന്റെ സങ്കല്പത്തെ കർത്താവ് തകർക്കുകയാണ്. ഞങ്ങളുടെ പാരമ്പര്യം കണ്ടില്ലേ? ഇന്നലെ അതാണ് അവസാനം നമ്മൾ ചിന്തിച്ചത്. ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്. അബ്രഹാം സ്വർഗത്തിൽ പോകുമോ? പോകുമെന്ന മറുപടിയെങ്കിൽ ഞങ്ങളും പോകും. എന്നെ അങ്ങനെ പറയാൻ കാരണം, അബ്രഹാമും ദൈവവുമായിട്ടുള്ള ഉടമ്പടി, ആ ഉടമ്പടിയുടെ പരസ്യ ചിഹ്നമായിരിക്കുന്ന പരിച്ഛേദന ഞങ്ങളുടെ ശരീരത്തിലുണ്ട്. അവരെ പഠിപ്പിച്ചിരിക്കുന്നത് പരിച്ഛേദനയുള്ള ഒറ്റയാളും നരകത്തിൽ പോകത്തില്ല. അവരുടെ ഗുരുക്കന്മാർ പറഞ്ഞിരിക്കുന്നത് നരക കവാടത്തിൽ അബ്രഹാം നിൽക്കുമെന്ന്. ആരെങ്കിലും സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു വഴിതെറ്റി എങ്ങാനും നരകം വഴി പോയാൽ അബ്രഹാം പിടിച്ച് സ്വർഗത്തിലാക്കുമെന്ന് മതവിശ്വാസമാണ്. ഇദ്ദേഹം യഹൂദന. മതയാചാരങ്ങൾ കൊണ്ട് ആരും രക്ഷപ്പെടത്തില്ല. പുതിയ ജനനം സൂപ്പർ നാച്ചുറലാണ്. ദൈവം മുൻകൈയെടുത്ത് ഹൃദയത്തെ മാറ്റുന്നതാണ്. അവർക്ക് പറയാനുണ്ട്, അവരുടെ മതത്തിനാണ് സത്യവേദ പുസ്തകമുള്ളത്. ഞങ്ങൾ ബൈബിൾ പഠിക്കുന്നവരാണ്. മെസ്സിയ വരുമോ? പിന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു, ദൈവരാജ്യം വിശ്വസിക്കുന്നു. ഇതെല്ലാം പറയാനുണ്ട്. ദൈവവുമായി വ്യക്തിപരമായ ബന്ധമുണ്ടോ? മതത്തിനത് കൊടുക്കാൻ കഴിയത്തില്ല. ക്രൈസ്തവ മതത്തോട് എനിക്ക് പറയാനുള്ളത്, പെന്തക്കോസ്ത് മതത്തോട് എനിക്ക് പറയാനുള്ളത്, മതം നമ്മെ രക്ഷിക്കുന്നില്ല. പുതിയ ജനനമെന്ന പരിശുദ്ധാത്മാവിന്റെ അപാര അത്ഭുതം നമ്മുടെ ഹൃദയത്തിൽ നടന്നില്ല എങ്കിൽ ഈ മതം ബന്ധനമാണ്. ഒന്നാമത്, ഇദ്ദേഹം മതം രക്ഷിക്കുമെന്ന് ചിന്തിച്ച ആളാണ്. കർത്താവ് പറയുന്നത്, ആമേനാമേ, ഞാൻ നിന്നോട് പറയുന്നു, നീ പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണത്തില്ല. രണ്ടാമത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കുന്നു. ഒന്നാമത്തെ വാക്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം, അല്ലെങ്കിൽ ഒന്നാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗം നോക്കി. അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? പരീശന്മാരുടെ കൂട്ടത്തിൽ, എന്നിട്ടാണ് യഹൂദ മതത്തിലാണെന്ന് പറയുന്നത്. ഫരീസൻ യഹൂദ മതത്തിലെ ആളാണ്. ഇത് ചിന്തനീയമായ വിഷയമാണ്. ഇതിന്റെ അർത്ഥം തീവ്രമായ മതവിശ്വാസം ഉള്ള ആളുകളാണ്. അതവരെ രക്ഷിക്കുന്നില്ല. യഹൂദ മതത്തിന്റെ ഭാഗമായത് രക്ഷിക്കുന്നില്ല. രണ്ട്, ഈ യഹൂദ മതത്തിനകത്ത് ഞാൻ ആമുഖം പറഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ ഒരുപാട് സെക്റ്റുകളുണ്ട്. അതിലെ ഒരു സെക്റ്റാണ് ഫരീസയർ. ഫരീസയർ തന്നെ 9 വകുപ്പുകളുണ്ടെന്നാ പറയപ്പെടുന്നത്. ഇവരുടെ ഉത്ഭവത്തെക്കുറിച്ച് പഠിച്ചാൽ പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഒക്കെ ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ ഫോംഡായ ഒരു സംഘമാണ്. തുടക്കം നല്ലതായിരുന്നു. ഫരീസൻ എന്ന വാക്കിന്റെ അർത്ഥം, പറാസ് എന്ന വാക്കിന്റെ അർത്ഥം വേർപെട്ടവൻ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നിന്ന് വേർപെടണം, പാപത്തിൽ നിന്ന് വേർപെടണം, അശുദ്ധിയിൽ നിന്ന് വേർപെടണം. നല്ല ആഗ്രഹമായിരുന്നു, നല്ല ആശയമായിരുന്നു. അങ്ങനെ സാധാരണ യഹൂദന്മാരിൽ നിന്ന്, അവർ യഹൂദന്മാരാണെങ്കിലും ഇവരൊരു സംഘമായി ഫോം ചെയ്ത് വചനത്തിന് വേണ്ടി നിൽക്കണം, വേർപാടിന് വേണ്ടി നിൽക്കണം എന്ന് വാദിച്ച ഒരു സംഘമാണ് ഫരീസയർ. ഇദ്ദേഹം ആ കൂട്ടത്തിലെ ആളാണ്. എന്ന് പറഞ്ഞാൽ യഹൂദ മതം, അതിനകത്തെ ഒരു സ്പെഷ്യൽ ഗ്രൂപ്പ്, നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഇന്നർ സർക്കിൾ, ഫരീസയർ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ യോസെഫസ് എന്ന ചരിത്രകാരൻ പറയുന്നത് 6000-ഓളം ആളുകൾ ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. ഈ ഗ്രൂപ്പിൽ ചേരാൻ അത്ര ഈസി അല്ല. നമ്മുടെ ചർച്ച ചേരുന്ന പോലല്ലേ, നമ്മക്കങ്ങ് വിശാല ഹൃദയമല്ലേ, ആര് വന്നാലും പോരട്ടെ. ഇത് പറ്റത്തില്ല. യഹൂദ മതത്തിൽ നിന്നൊരാൾക്ക് ഫരീസയനാകണമെങ്കിൽ നേതൃത്വത്തെ അറിയിക്കണം. അവര് കാര്യം പറയും, ന്യായപ്രമാണ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഇതൊക്കെ അനുസരിക്കാൻ കഴിയുമോ?
സാറേ അനുസരിക്കാം, അതുകൊണ്ടല്ലേ വന്ന് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ പ്രൊബേഷൻ പീരീഡ് ഉണ്ട്. ഇത്ര മാസങ്ങൾ അവരെ ഉറ്റുനോക്കാൻ വേണ്ടി പ്രത്യേക ആളുകളെ നിയോഗിക്കും. ഇതെല്ലാം തൃപ്തികരമാണെങ്കിൽ മാത്രമേ ഫരീസയുടെ സംഘത്തിലേക്ക് അവരെ എടുക്കുകയുള്ളൂ. അത്രമാത്രം കർക്കശ നിലവാരം പൊടുത്തുന്ന ഒരു ഗ്രൂപ്പാണ് ഫരീസയർ. ഇദ്ദേഹം ആ വകുപ്പിൽപ്പെട്ടയാളാണ്. അദ്ദേഹത്തോടാണ് യേശു പറഞ്ഞത്, നീ സ്വർഗത്തിൽ പോകത്തില്ലെന്ന്. ഫരീസയരെ കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഇവരെ തുടക്കം നല്ലതായിരുന്നു, പക്ഷെ പിൻകാലങ്ങളിൽ അവർക്ക് സംഭവിച്ചത് തീവ്രമായ നിയമവാദികളായി മാറി. എക്സ്റ്റേണൽ റിലീജൻ, ബാഹ്യമായിട്ടുള്ള ഒരുപാട് ചടങ്ങുകൾ, ആചാരങ്ങളിൽ അവരുടെ ആത്മീയത അവർ കണ്ടെത്തി. നോക്കണേ അവരുടെ തീഷ്ണത. ദൈവവചനം സുരക്ഷിതമായിരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അതിന് ലംഘനം വരാതിരിക്കാൻ വേണ്ടി അവരുടെ കുറെ നിയമങ്ങൾ ഉണ്ടാക്കി. അതെന്തിനാണ്? കാരണം ഈ നിയമങ്ങളെ ഇങ്ങനെ ഇട്ട് അതിന് മതില് പോലെ നിർത്തുക. അത്രക തീവ്രം. അങ്ങനെ വന്ന് ലീഗലിസ്റ്റുകൾ ആ നിലയിലായി നിയമവാദികളായി മാറി. വിശ്വാസത്യാഗികളായ ദുഷിച്ച യഹൂദ മതത്തിന്റെ ഹൃദയമാണിവർ. മനസ്സിലാക്കാൻ വേണ്ടി പുതിയ നിയമത്തിലെ ഒരു വാക്യം ഇപ്പോൾ വായിക്കാം ഞാൻ. നമുക്കറിയാമെന്ന വാക്യം. ഒരു പ്രവചന സൂക്തമുണ്ട്, 2 തിമോത്തിയോസിന്റെ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ, അന്ത്യകാലത്ത് ദുർഘട സമയം വരുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് 18ഓളം കാര്യങ്ങൾ ഈ ദുർഘട സമയത്തിന്റെ കാര്യങ്ങൾ വിവരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആത്മീകതയുടെ മൂല്യങ്ങളൊക്കെ കാറ്റിൽ പറത്തിയ കാലഘട്ടമായിരിക്കും അന്ത്യകാലഘട്ടം. അന്ത്യകാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മാത്രമല്ല, പെന്തക്കോസ്ത് ദിവസം മുതൽ തന്നെ ഘട്ടം ഘട്ടമായി ഈ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഈ 18 കൂട്ടം കാര്യങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് 5-ാം വാക്യം, ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കും, അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. ഈ കാലഘട്ടത്തിൽ ദൈവസഭയോടുള്ള ദൂതാണ്. എന്നാൽ ഇത് ആദ്യം തുടങ്ങുന്നത് എവിടെയാ? ഫരീസയൻ. തുടക്കം നല്ലതായിരുന്നു. വചനത്തിന് വേണ്ടി നിൽക്കണം, പത്യവചനത്തിന് വേണ്ടി നിൽക്കണം, വേർപാടിന് വേണ്ടി നിൽക്കണം, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കണം. പിൻകാലങ്ങളിൽ വന്നപ്പോൾ ആദ്യത്തെ ഉഷിരെല്ലാം പോയി. കേവലം നിയമവാദികളായി മാത്രം മാറി. ബാഹ്യമായിട്ടുള്ള ആത്മീകതയിൽ അവരുടെ ആത്മീകത പരിമിതപ്പെട്ടു. ഇത് തന്നെയാണ് അന്ത്യകാലത്തിലെ സഭയ്ക്ക് പറ്റുന്നത്. ഇന്ന് രാത്രി കണ്ണു തുറക്കണം. ബാഹ്യമായ വേഷം കെട്ടല്ല ആത്മീകത. ഭക്തിയുടെ വേഷം കെട്ട്, ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുക. അതുപോലെ ജീവിക്കാൻ അകത്ത് ആത്മീക ഊർജമില്ലാതെ ഇരിക്കുന്ന അനുഭവമല്ലേ നമ്മൾ അവിടെയും ഇവിടെയും ഒക്കെ കണ്ടുവരുന്നത്. ഇങ്ങനെ ഒരു കൂട്ടത്തിൽ നിന്നാൽ എങ്ങനെയായി സ്വർഗത്തിൽ പോകുന്നേ? വേഷമെല്ലാവർക്കും കെട്ടാം. ഫരീസയിന് പറ്റിയ അബദ്ധം നമ്മൾ മനസ്സിലാക്ക, നമ്മുടെ കണ്ണു തുറക്കട്ടെ. ഇതിന്റെ പ്രതിനിധിയായിട്ടാണ് നിക്കോദിമോസ് വന്ന് കർത്താവിന്റെ മുൻപിൽ ആ രാത്രി നിൽക്കുന്നത്. വേഷം കെട്ട്. അവൻ അങ്ങനെ മനുഷ്യനായിരുന്നു. അവനെക്കുറിച്ച് ധാർമ്മികമായ ഒരു കുറ്റവും നാട്ടി പറയാനില്ല. അവനെക്കുറിച്ച് മോശപ്പെട്ട ഒരു കാര്യവും പറയാനില്ല. യേശുവിന്റെ കണ്ണുകൾ അവന്റെ ഹൃദയത്തിലേക്ക് കടന്നു നോക്കിയപ്പോൾ അകത്ത് ദൈവവുമായി വ്യക്തിപരമായ ബന്ധമില്ല. കാട്ടിക്കൂട്ടുന്നത് മുഴുവനും ബാഹ്യമായ ചടങ്ങുകളാ. ലോകമെല്ലാം അവനെ വാനോളം പുകഴ്ത്തുന്നുണ്ട്. യേശുവിന്റെ മുൻപിൽ വന്നപ്പോൾ നീ തെറ്റിലാണ്, നീ ബന്ധനത്തിലാണ്, നീ സ്വർഗത്തിൽ പോകത്തില്ല, നീ നശിച്ചു പോകും. ഇതാണ് യേശു പറയുന്നത്. ആളുകൾ നമ്മളെ എത്ര പുകഴ്ത്തിയാലും പ്രിയരെ അതിനകത്ത് വീഴരുത്. കൈയടിക്കുമ്പോൾ ആളുകൾ പറയും സൂപ്പർ ആരാധനയായിരുന്നെന്ന്. അതിനകത്ത് വീഴരുത്. ആരാധന നല്ലതാണോ അല്ലയോ എന്ന് വിലയിരുത്തുന്നത് മനുഷ്യനല്ല. ആരാധനയുടെ ഓഡിയൻസ് ദൈവം തമ്പുരാനാണ്.
ദൈവത്തെയാണ് ആരാധിക്കുന്നത്. ആരാധന വെളിപ്പെടാൻ എന്തെല്ലാം തന്ത്രങ്ങളാ ഉപദേശിമാര് നോക്കുന്നത്. കഷ്ടം എന്നല്ലാതെ നാം എന്തു പറയുന്നു? ഇതൊരു റാക്കറ്റാണ്. ഞങ്ങൾ നിങ്ങളെ പുകഴ്ത്തും, നിങ്ങൾ ഞങ്ങളെ പുകഴ്ത്തുക. നോ, അതല്ല ആത്മീകം. കർത്താവ് സംസാരിക്കുമ്പോൾ കർത്താവിന് ആരുടെയും പുകഴ്ച വേണ്ട, കർത്താവിന് ആരുടെയും കൈവടക്ക വേണ്ട, കർത്താവിന് ഇതൊന്നും വേണ്ട. ഞാൻ നിങ്ങളോട് സത്യം പറയാം, കർത്താവിനെ പിൻപറ്റിയാൽ നിങ്ങളോട് ആളുകൾ അധികം നിൽക്കത്തില്ലെന്നുള്ളതാണ് ഞാൻ പഠിച്ചത്. അതിനാണ് ഡയല്യൂട്ട് ചെയ്യുന്നത്, അതിനാണ് നമ്മൾ ആളുകളെ കയ്യിലെടുക്കുന്നത്. നിക്കോദിമോസ് ഇവിടെ എങ്ങനെ നിന്നെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ ബൈബിൾ പരിശോധിക്കുക. അനേക ഇടങ്ങളിൽ കർത്താവ് പ്രഭാഷണം നടത്തി. എത്രയിടത്ത് കൂട്ടമായിട്ടാണ് ആളുകൾ കർത്താവിനെ വിട്ടുപോകുന്നത്. എന്താ കാര്യം? കർത്താവ് ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയോ? ഒന്നുമില്ല. ആ വാക്കുകൾ കൈക്കൊള്ളാൻ പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഫരീസൈനെ പറ്റിയ അമളി നമുക്ക് ഉണ്ടാകരുത്. കുറച്ചുകൂടെ നമുക്ക് മുന്നോട്ട് പോകാം. നോയിക്കെ ഇവരുടെ അന്നത്തെ ആത്മീകമായുള്ള അവരുടെ രീതികൾ. ലൂക്കോസ് 8:11-12 വാക്യങ്ങൾ നമുക്കറിയാവുന്ന വചനം. രണ്ടുപേര് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ. ഒരു ഫരീസന്റെ പ്രാർത്ഥന നോയിക്കെ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, അതല്ലേ? പക്ഷെ ഭയങ്കര പ്രാർത്ഥന. നമ്മൾ ഓർക്കും ആന്റിയുടെ പ്രാർത്ഥന എന്നു പ്രാർത്ഥനയായത് അല്ലേ? ആന്റി പ്രാർത്ഥിക്കുന്നു, കൈയടിക്കുന്നു, ഓളമുണ്ടാക്കുന്നു, തന്നോട് തന്നെ പറയുക. ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ. എന്നിട്ട് അവിടെ ചുങ്കക്കാരൻ നിപ്പുണ്ട്. ഒരുത്തന്റെ ഭാവനയിൽ വന്നത് ഇങ്ങനെ കാണിച്ചു കാണുമെന്ന്. ആ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. കണ്ടോ, സ്വയം നീതിയാ. എന്നിട്ട് മറ്റുള്ളവരെ തരം താണ് കാണുക. അവൻ നീതീകരിക്കപ്പെടത്തില്ല. നമുക്കതിന്റെ അന്ത്യം അറിയാം. ദൈവം ആരെയാ നീതീകരിച്ചതെന്ന്. മാറത്തടിച്ച് ദൈവമേ എനിക്ക് അങ്ങോട്ട് നോക്കാൻ പോലും കഴിയത്തില്ലെന്ന് പറഞ്ഞ് പാപത്തെക്കുറിച്ച് ബോധ്യം വന്നവൻ നീതീകരിക്കപ്പെട്ടെന്ന ആ ഭാഗത്ത് എഴുതിയിരിക്കുന്നത് സ്വയനീതിയാ. ഞാൻ ആരാന്നറിയാമോ? ദൈവത്തെ പഠിപ്പിക്കുക. എന്നിട്ട് അടുത്ത വാക്യം, ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു. നിക്കോദിമോസ് ഉപവസിക്കുമോ? ആഴ്ചയിൽ 2 വട്ടം. നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു. നിക്കോദിമോസ് ദശാംശം കൊടുക്കുമോ? തീർച്ചയായിട്ടും. എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോ അദ്ദേഹം ആത്മീകമായി കണ്ട ചില വിഷയങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരാണ്, ഉപവസിക്കുന്നവരാണ്, ദാനധർമ്മം കൊടുക്കുന്നവരാണ്, ശബത്തിൽ സിനഗോഗിൽ പോകുന്നവരാണ്, ഇതെല്ലാം ചെയ്യുന്നവരാണ്. അങ്ങനെ ചെയ്യുന്ന ഒരു നിക്കോദിമോസ് ആണ് രാത്രിയിൽ കർത്താവിന്റെ മുൻപിൽ വന്ന് നിൽക്കുന്നത്. അല്ല, നമ്മൾ ഇതൊക്കെ ചെയ്യുന്നില്ലേ? ഇതിന്റെ കെയർ ഓഫിലാണോ ദൈവത്തിന്റെ ഭരണം? അല്ല. അപ്പൊ ഈ ചെയ്തതെല്ലാം തെറ്റാണോ? ഇത് നല്ലതല്ലേ? നല്ലതാണ് പുതിയതായി ജനിച്ചിട്ടുണ്ടെങ്കിൽ. മനുഷ്യന്റെ ഒരു കർമ്മപ്രവർത്തികൾ കൊണ്ടും ആരും വിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. കൈയടിച്ച് പൊട്ടിച്ചാൽ ദൈവം കുഴപ്പമില്ല, നല്ലതായിരിക്കുന്നു. ഇല്ല, നീതീകരിക്കപ്പെട്ടവർ കൈയടിക്കട്ടെ. അതാണ് ബൈബിൾ വ്യവസ്ഥ. ഇതിനെ ഓരോന്നും നിങ്ങളൊന്ന് പരിശോധിക്കുക. ആഴ്ചയിൽ 2 തവണ ഉപവസിക്കും. ഇവിടെ മാസത്തിൽ 3. നമ്മുടെ കാര്യം പറയാ. ആ 3 പറഞ്ഞാൽ എത്ര പേര് ഉപവസിക്കുന്നെന്നുള്ളത് അവരവർക്കറിയാം. ആദ്യമൊക്കെ വൈകിട്ട് കഴിക്കുകയായിരുന്നു. പിന്നെ ഇപ്പൊ വന്ന് രാവിലെ മാത്രം കഴിക്കുന്നില്ല. അതുപോലും ചുരുങ്ങി. പക്ഷെ എന്തോ പ്രാർത്ഥനയാ? ഉപവാസ പ്രാർത്ഥന അല്ലേ? ഈ കെയർ ഓഫിലാണോ ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ നമ്മൾ ആകുന്നത്? നോക്കിക്കേ, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന് 16-ാം വാക്യം. ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. ഇത് ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് അറിയാമോ?
ഫരീസയരെ കുറിച്ച്. മത്തായി 5:20 പറയുന്ന ഇത് ഫരീസയരെ കുറിച്ചാണ് പറയുന്നത്. ഉപവസിക്കുമ്പോൾ അവർ ഉപവസിക്കുന്നുണ്ടോ? ഉണ്ട്. വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഫരീസയനായ നിക്കോദിമോസേ, ഇതൊന്നും വിലപ്പോകത്തില്ല. നിന്റെ 21 നിന്റെ 40 ഇതൊന്നും പണി ദൈവസന്നിധിയിൽ നടക്കത്തില്ല. നീ പുതിയതായി ജനിച്ചുവോ? ദൈവവുമായി വ്യക്തിപരമായി ബന്ധമുണ്ടോ? ബന്ധമില്ലാതെ അപ്പൊ ഉപവസിക്കാമോ എന്നല്ലേ ഈ പുസ്തകം പറയുന്നേ. ദൈവവുമായിട്ടൊരു ബന്ധവുമില്ല, ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിലല്ല. അല്ല, ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിലല്ല, പിന്നെ ആരുടെ ഭരണത്തിന്റെ കീഴിലാണ്? മനസ്സിലായല്ലോ. ഇരുട്ടിന്റെ ഭരണത്തിന്റെ കീഴിലാണെങ്കിലും ഉപവസിക്കുക. എന്തിന്? മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന്. ഭയാനകമാണിത്. ബാക്കി എല്ലാരും പറയും നിങ്ങളുടെ ചർച്ചിൽ എപ്പോഴും അങ്ങ് ഉപവാസമല്ലേ, ഭയങ്കര ആത്മീയമാണ്. അകത്തോട്ട് കയറി ചെല്ലണം, അകത്തോട്ട് ചെല്ലണം. ഈ ഉപവാസം വെച്ചതിന്റെ ഉദ്ദേശം എന്താന്ന് ചിലർക്ക് അന്നേരം പിടികിട്ടും. ഭയാനകമാണിത്, ഭയാനകമാണിത്. ആഴ്ചയിൽ 2 തവണ ഉപവസിക്കുക. അയ്യോ, അത് കഠിന തീരുമാനമാണ്. അതെന്താ, ന്യായപ്രമാണത്തിൽ അങ്ങനെ പറയുന്നുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, പറഞ്ഞിട്ടല്ല, ഞങ്ങളുടെ ഭക്തിയാണത്. കർത്താവിന്റെ അടുക്ക വന്നപ്പോൾ പൊളിച്ചില്ലേ. 2, ഇവർ പ്രാർത്ഥിക്കുന്നവരാണ്. അവർക്കൊരു ദിവസം ഇത്ര ഏതെല്ലാം സമയമുണ്ട്, സമയത്ത് പ്രാർത്ഥിക്കും. അതിന് തന്നെ ഇവർ ചെയ്ത ഒരു വൻപൻ പരിപാടിയുണ്ട്. ഈ സമയമാകുമ്പോ മാർക്കറ്റ് വരെ ഒന്ന് പോകും. വല്ല വെജിറ്റബിളോ വല്ലതും മേടിക്കുക. അല്ല, നേരത്തെ പോകരുതോ? ഇല്ല. ആ സമയം എന്താണ്? പ്രാർത്ഥനാ സമയമാകുമ്പോൾ വെജിറ്റബിൾ മേടിക്കുന്ന ഇടത്താന്നേലും കൈയൊക്കെ ഉയർത്തി പോയത്. അപ്പം ഷോപ്പുകാരൻ എന്ത് വിചാരിക്കും? എടാ, അച്ഛൻ ഭയങ്കര ആത്മീയന കേട്ടോ, സ്വർഗത്തിൽ പോവാന്നേൽ അങ്കിളെ പോകത്തുള്ളൂ. അത്ര കാപഠ്യമായിരുന്നു. തുടക്കം നല്ലതാ, വിശുദ്ധിക്കും വേർപാടിനു വേണ്ടി ഇറങ്ങിയവരാ. നോയിക്കെ വന്നത് ഇത് തന്നെയല്ലേ പ്രിയരേ? നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ കണ്ണിന്റെ മുൻപിൽ പല ഇടങ്ങളിൽ നടക്കുന്നത് എന്താ? ഇത് കണ്ടിട്ടും കാണാത്തവരെ പോലെ തിമിരം മാറി ഉൾക്കണ്ണ് തുറന്ന് കാര്യങ്ങൾ വിവേചിക്കുക. മത്തായി 6:5 നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അപ്പൊ കപടഭക്തിക്കാര് പ്രാർത്ഥിക്കുമോ? പിന്നെ ഭയങ്കര പ്രാർത്ഥന. അതെന്തിനാ? അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. സ്വർഗത്തിലോട്ട് ഈ പ്രാർത്ഥനയൊന്നും പോയിട്ടില്ല. അപ്പൊ എന്തിനാ ഉപവസിക്കുന്നത്? എന്തിനാ പ്രാർത്ഥിക്കുന്നത്? നിക്കോദിമോസിനോട് പറയാനുള്ളത് ബോൺ അഗൈൻ. പുതിയതായിട്ട് ജനിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഈ കഠിന ഹൃദയമകത്തുള്ളത് മുഴുവനും മാറും. ശസ്ത്രക്രിയ നടക്കും. കേവലം സ്റ്റെൻഡിട്ട് വിടുകല്ല, പുതിയൊരു ഹൃദയം അവന് കൊടുക്കും. പഴയതെല്ലാം മാറി ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുക. ഇന്നലെ ഞാൻ പറഞ്ഞ പുതിയ ജനനം എന്താണ്? ദൈവത്തിന്റെ ജീവൻ പാപിയായ മനുഷ്യന്റെ ഹൃദയത്തിൽ. That's the new birth. ഇത് നിക്കോദിമോസിനോടില്ല, പക്ഷെ ഫരീസയനാ. ആഴ്ചയിൽ 2 തവണ ഉപവസിക്കും, സമയാസമയങ്ങളിൽ പ്രാർത്ഥിക്കും. പിന്നെ ശബത്തെന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾ പള്ളിയിൽ പോകും. ബ്രദറെ, ഞങ്ങൾ സമയം തെറ്റിക്കത്തില്ല. അവർക്ക് ശബത്ത്, നമുക്ക് ഞായറാഴ്ച. പള്ളിയിൽ എന്താണ്? പള്ളിയിൽ ദൈവവചനമുണ്ട്, പള്ളിയിൽ ആ വചനം ധ്യാനിക്കും, പാഠം വായനയുണ്ട്, ഇതെല്ലാം ഉണ്ട്. ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗം കേൾക്കും, മശിയ വരുന്നെന്നുള്ള പ്രസംഗം കേൾക്കും. സാക്ഷാൽ മെസ്സിയ അവിടുത്തെ മാതൃപള്ളിയിൽ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ വന്നു പറഞ്ഞു, ഞാൻ തന്നെയാ മെസ്സിയ. അവര് പറഞ്ഞു ഇതെന്താണ്? അവർ പള്ളിയിൽ നിന്ന് പുറത്താക്കി യേശുവിനെ കൊല്ലാൻ നോക്കിയെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ പരീശന്റെ പള്ളി ഭക്തി കൊണ്ട് എന്നാ ഗുണം?
ഇത് തന്നെയാണ് യേശുവിന്റെ രണ്ടാം വരവിലും സംഭവിക്കാൻ പോകുന്നത്. കാപഠ്യം രക്ഷിക്കത്തില്ല. ക്രൈസ്തവ സമൂഹം മടങ്ങിവാ. അത്താഴത്തിൽ പ്രധാന സ്ഥലവും പള്ളിയിൽ മുഖ്യാസനവും. അപ്പൊ പള്ളി പോകുന്നത് എന്തിനാ? പാസ്റ്റർ എന്നെ മുന്നോട്ട് വിളിക്കും. ഇത് തന്നെയാണ് നിക്കോദിമോസിന്റെ അനുഭവം. ഞാന് ഒരു ശവസംസ്കാര ശുശ്രൂഷയിൽ പ്രസംഗിക്കാൻ ഒരു അവസരം കിട്ടി. എനിക്ക് ശവസംസ്കാരമാണേലും കല്യാണവേദിയാണെങ്കിലും സഭായോഗമാണെങ്കിലും സുവിശേഷം അപ്രധാനമായി പറയുന്നത്, പ്രത്യേകിച്ച് ശവസംസ്കാര ശുശ്രൂഷയിലും വിവാഹ ശുശ്രൂഷകളിലും. അപ്പൊ ഇത് സമുദായ പശ്ചാത്തലത്തിലുള്ള ഒരു രംഗമാണ്. ഞാൻ പുതിയതായിട്ട് ജനിക്കണമെന്നും പറഞ്ഞ് പ്രസംഗിച്ചു. അപ്പൊ എന്തോ ഒരു ഇളക്കം പോലെ തോന്നി. അത് ആ സമുദായത്തിന്റെ പ്രധാനപ്പെട്ട പുള്ളി വരിക. അപ്പോൾ ചില അച്ഛന്മാരൊക്കെ അദ്ദേഹത്തെ ഇങ്ങനെ ആനയിച്ചു കൊണ്ടുവരിക. അപ്പൊ എന്നോട് പറഞ്ഞു, നിർത്തൂ. ഞാൻ നിർത്തി. സംഘാടകരവരല്ലേ, നിർത്താൻ പറഞ്ഞ് നിർത്തി. എന്നിട്ട് ഞാൻ ആ റൂമിന് വെളിയിലേക്ക് വരുമ്പോൾ ഒരച്ഛൻ എന്നോട് പറയാ, ഞങ്ങളെ സുവിശേഷം പഠിപ്പിക്കാൻ വരണ്ടെന്ന്. അന്നേരം എൻ്റെ ഉള്ളത്തിൽ വന്നത് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, താങ്കൾ പുതിയതായി ജനിച്ചില്ലെങ്കിൽ നരകത്തിൽ പോകും. നമുക്ക് അച്ഛനെന്നില്ല, പാസ്റ്ററെന്നില്ല, ബൈബിൾ എല്ലാം അറിയാവുന്ന തിയോളജി എന്നില്ല, ഇവിടുത്തെ പെന്തിക്കോസിലെ നേതാക്കന്മാരൊന്നില്ല. സകലരോടും പറയാനുള്ളത് പുതിയതായി ജനിക്കുക. കാപഠ്യം രക്ഷിക്കത്തില്ല. നാലാമത്തെ, ഇവർ ഇഷ്ടം പോലെ ചാരിറ്റി പ്രവർത്തനം ചെയ്തവരാ. സാധുക്കളെ സഹായിക്കും. നല്ല കാര്യല്ലേ? നിക്കോദിമോസ് അങ്കിൾ അവിടെ വന്ന് നിൽക്കുക. കർത്താവ് പറയാ, നീ സ്വർഗത്തിൽ പോകത്തില്ലെന്ന്. അയ്യോ, ഇത്രയും ദാനധർമ്മം ചെയ്യുന്ന ഫരീസയൻ സ്വർഗത്തിൽ പോകത്തില്ലേ? പ്രാർത്ഥിക്കുന്നവൻ സ്വർഗത്തിൽ പോകത്തില്ലേ? ഉപവസിക്കുന്നവൻ സ്വർഗത്തിൽ പോകത്തില്ലേ? ശബത്ത് തോറും പള്ളിയിൽ പോകുന്നവൻ സ്വർഗത്തിൽ പോകും. പിന്നെ ആര് പോവും? കർത്താവ് പറഞ്ഞ, നീ പുതിയതായിട്ട് ജനിക്കണം. എന്തിനാ ചാരിറ്റിയിൽ കൊടുത്തത്? മത്തായി 6:2, ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീഥികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുമ്പിൽ കാഹളമൂതിക്കരുത്, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ഹോസ്പിറ്റലിൽ 100 ഊണ് കൊടുത്തു. നല്ല കാര്യം ആ കർത്താവ് നയിക്കുന്നെങ്കിൽ, രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ പ്രവൃത്തി കൊണ്ട് മേളിലോട്ടില്ല. ഒരു സൽപ്രവൃത്തി നമ്മളെ രക്ഷിക്കത്തില്ല. യെശയ്യാ പ്രവാചകൻ പറയുന്നത്, നമ്മുടെ സൽപ്രവൃത്തികൾ ദൈവസന്നിധിയിൽ കറ പുരണ്ട തുണി പോലെയാണ്. ദൈവം അംഗീകരിക്കുന്നില്ല. രക്ഷിക്കപ്പെട്ട ശേഷമുള്ള സൽപ്രവൃത്തികൾക്കോ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. പ്രതിഫലം കിട്ടും. നീതീകരണം വിശ്വാസത്താലാണ്, യേശുവിൽ മാത്രം. പ്രൈസ് ദി ലോർഡ്. ഇനിയും കേൾക്കാൻ, ഫരീസയൻ നിക്കോദിമോസ് വന്ന് നിൽക്കുക. ഷോക്കിംഗ് ആണ്. ആളുകളെല്ലാം ഇവരെ പുകഴ്ത്തുന്ന ആളാണ്. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മളെ ഈ ആളുകൾ പുകഴ്ത്തിക്കൊണ്ട് ഒന്നുമില്ല. നമുക്ക് അതിനകത്തൊക്കെ അങ്ങ് കിളരുന്ന പുള്ളികളുണ്ട്. ചെറുതായിട്ടൊന്ന് താങ്ങിക്കൊടുത്താൽ മതി, അങ്ങ് വലിയ പുള്ളിയാണെന്ന് തോന്നും. ഒരർത്ഥവും ഇല്ല. ദൈവം നോക്കുമ്പോൾ ശസ്ത്രക്രിയ അകത്ത് നടന്നിട്ടുണ്ടോ? പുതിയ സൃഷ്ടിയായോ? ദൈവത്തിന്റെ ജീവൻ അകത്തുണ്ടോ? ആൾ മാറിയിട്ടുണ്ടോ ആന്തരികമായി? നമ്മൾ ചെയ്തത് പുറത്തെ ആളിനെ മാറ്റുക. നോ, പുറത്തല്ല മാറ്റം, അകത്ത് വരുന്ന മാറ്റമാണ് പുറത്ത് പ്രതിഫലിക്കേണ്ടത്, റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്. ഈ കൂട്ടർ, ഈ ഫരീസയര് ബൈബിൾ എങ്ങനെ കൈകാര്യം ചെയ്തത് ശ്രദ്ധിച്ച് നീ കേൾക്കണം. കൃത്യമായി അവർ ബൈബിൾ വായിക്കുന്നവരും അത് പഠിക്കുന്നവരും
തങ്ങളാൽ ആവോളം അനുസരിക്കാൻ ബന്ധപ്പെടുന്നവരുമാ. ഇതിൽ കൂടുതൽ എന്തുവാ വേണ്ടിയേ? ഒരുപാട് പേര് ധരിച്ചിരിക്കുന്ന സ്വർഗത്തിൽ പോകുന്ന ഞാൻ ബൈബിളല്ല 119 സങ്കീർത്തനം കാണാതെ പറഞ്ഞു. എനിക്ക് ട്രോഫിയും കിട്ടി, പാസ്റ്ററുടെ പുകഴ്ചയും ലഭിച്ചു. നമുക്കൊന്നും ഇവരുടെ മുൻപിൽ നിൽക്കാൻ ഒക്കുമോ ആ നിലയിൽ? ഫരീസയൻ അവന്റെ കർമ്മപ്രവർത്തികൾ അപാരമാണ്. ഇവർ ദൈവവചനത്തിലെ എല്ലാ കൽപ്പനകളും വിശ്വസിച്ചവരാണ്. പ്രിയരെ, നമ്മൾ പറയത്തില്ലയോ 7 അടിസ്ഥാന ഉപദേശം ബൈബിൾ കവർ ടു കവർ ഞാൻ വിശ്വസിക്കുന്നു. അല്ല, അതുകൊണ്ട് സ്വർഗ്ഗത്തിൽ പോകുമോ? ഷോക്കിംഗ്. ചിലർക്ക് പറയാനുള്ളത് ബൈബിളിന്റെ ഭാഷ ഒരു കോപ്പിയല്ല, എല്ലാ ട്രാൻസ്ലേഷൻ ഞങ്ങളുടെ വീട്ടിലുണ്ട്. സോ വാട്ട്? ഇവര് സദ്യൂക്യരെ പോലെയല്ല. കേൾക്കണം, വചനത്തിന്റെ അധികാരത്തിൽ ഇവർ വിശ്വസിച്ചു. ഇവർ ദൈവത്തിന്റെ സർവാധിപത്യത്തിൽ വിശ്വസിച്ചു. ഇവർ മാലാഖയുടെ ആ സൂപ്പർ നാച്ചുറൽ വേൾഡ് വിശ്വസിച്ചു. അതിച്ചിരി അതിര് കടന്നു പോയതാ. തിരുവല്ലക്കാരനൊരു പയ്യനും മാലാഖയെ കണ്ട് പുള്ളിയുടെ റൂമിനകത്ത് മാലാഖയുടെ തൂവല് വന്ന് വീണെന്നു. കേൾക്കണേ, അതിന്റെ പുറകെ പോകാൻ ആളുണ്ട്. എന്നിട്ട് ഒരിക്കൽ എടുത്ത് കാണിച്ചു തൂവല്, കോഴിത്തൂവല് പോലൊരു തൂവൽ. അങ്ങനെ ഒരുപാട് വിപ്ലവകാരികൾ ഇറങ്ങിയിട്ടുണ്ട്. വെറുതെ ചുമ്മാതെ സമയം. പിന്നെ ഈ ഡിവൈസുകൾ ഉള്ളതുകൊണ്ട് ഒരു വിഷയവും ഇല്ല, ഇങ്ങനെ അങ്ങോട്ട് പിടിച്ച് എന്തേലും പറഞ്ഞ് തട്ടിയാൽ മതി, കുറെ എണ്ണം കൂടും. ഇവർ മാലാഖമാരുണ്ടെന്ന് വിശ്വസിച്ചവരാണ്. ഇവർ പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചവരാണ്. ഇവർ വരാൻ പോകുന്ന ദൈവത്തിന്റെ ന്യായവിധി ഉണ്ടെന്ന് വിശ്വസിച്ചവരാണ്. ഇവർ നിത്യമായി സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും വിശ്വസിച്ച ആളുകളാണ് ഫരീസയർ. അയ്യോ, അതിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് നിക്കോദിമോസ്. ഇനി എന്താ ഭാഷ ചെയ്യേണ്ടത്? അവനോടാണ് കർത്താവ് പറയുന്നത്, നീ പുതിയതായി ജനിക്കണം. ഇത് മുഴുവനും എക്സ്റ്റേണലായി നമുക്ക് ചെയ്യാം. എനിക്ക് റെഫറൻസുകൾ പറയാം. ഒരു ഡിബേറ്റ് വന്നാൽ കാര്യമായി ക്രിസ്തീയ ഉപദേശങ്ങളെ നിരത്താം. ഇതൊന്നുമല്ല ഈ പറയുന്നത്. ആകം മാറാതെ ഇതെല്ലാം ചെയ്യാം. നിങ്ങളിത് ശ്രദ്ധിക്കണം പ്രിയരെ. നമ്മുടെ പിള്ളേരെ രക്ഷിക്കണം. അതുപോലെ ഇതെല്ലാം വിശ്വസിക്കുക മാത്രമല്ല, തങ്ങളാലാവോൾ ഇത് അനുസരിക്കാൻ ശ്രമിച്ചെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ 613 നിയമങ്ങൾ അനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കിയവരാണ് ഇവർ. ന്യായപ്രമാണത്താൽ നീതീകരണം സംഭവിക്കുന്നില്ല. അതിനല്ല ന്യായപ്രമാണം കൊടുത്തത്. ന്യായപ്രമാണം ഒരു കണ്ണാടിയാണ്. ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ ദൈവത്തിന്റെ ആ സമ്പൂർണ്ണ ആഗ്രഹത്തിൽ ഞാൻ പരാജയപ്പെട്ടു, എന്റെ അകം ഇതനുസരിച്ച് മാറിയിട്ടില്ലെന്ന് മനസ്സിലാക്കി ഒരു രക്ഷകനെ അന്വേഷിക്കേണ്ടതിന് പകരം അനുസരിച്ച് എന്റെ മെറിറ്റിൽ ഞാൻ സ്വർഗ്ഗത്തിൽ പോകും എന്ന് ചിന്തിച്ചവരാണ് ഫരീസയർ. മത്തായി 5 ഒരു വാക്യം വായിച്ചിട്ടില്ലേ? നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്ന പോലെ നിങ്ങളും എങ്ങനെയായി സാധിക്കുന്നേ? അല്ല, ഞാനൊന്ന് നോക്കട്ടെ ഒക്കുവോന്ന്. ആ ടീമായത്. നൂറ്റാണ്ടുകളായി അവർ പരിശ്രമിക്കുക. And they failed and failed and failed. പരാജയപ്പെട്ടു, വമ്പം പരാജയം. അതിന്റെ ഏറ്റവും വലിയ പ്രതിനിധിയാണ് ഈ മുന്നേ വന്ന് നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കും, അപ്പൊ വചനം അനുസരിക്കേണ്ടെന്നാണോ ഭാഷ പറഞ്ഞ്? അങ്ങനെയല്ല. പുതിയ ജനനത്തിലൂടെ ദൈവത്തിന്റെ ഭരണം അകത്ത് വരുമ്പോൾ പരിശുദ്ധാത്മാവ് അകത്ത് വന്ന് അനുസരിക്കാനുള്ള നിയമങ്ങൾ അനുസരിക്കേണ്ടത് ഉള്ളിൽ നിന്ന്, ഉള്ളുകൊണ്ട് അനുസരിക്കാനുള്ള ദൈവകൃപ വരും. ബാക്കി അനുസരണമെല്ലാം പുറത്താ. എന്നിട്ട് ഇവരെ പോലെ നമ്മൾ കുറെ അഡീഷൻസും കൊണ്ടുവന്നു. വെള്ള ഉടുപ്പിടണം കേട്ടോ, അല്ലേലോ ഞാനൊരു ദേശത്ത് ചെന്നു പ്രസംഗിക്കാൻ, എൻ്റെ പൊന്നെ, ഇവിടുന്ന് ഒരു ബാഗുമായിട്ടല്ലയോ പോകുന്നത്? 2-3 ദിവസത്തെ യോഗമാ. യോഗമെല്ലാം നടക്കുമ്പോൾ ലാസ്റ്റ് ദിവസം ഇടാൻ വെള്ള ഉടുപ്പില്ല, വേറൊരു ഉടുപ്പാണ് ഉള്ളത്. ഞാൻ ആ ഉടുപ്പൊക്കെ ഇട്ട് തയ്യാറായിട്ട് നിൽക്കുമ്പോൾ സംഘാടകൻ ഞെട്ടി അങ്ങ് അയ്യോ 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 അയ്യോ. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അല്ല, വെള്ളയല്ല. ഞാൻ ചോദിച്ചു, അതിനെന്നാ? അയ്യോ, തീർന്നു. ഒടുവിൽ അദ്ദേഹം പോയി പുതിയ ഉടുപ്പ് മേടിച്ചുകൊണ്ട് വന്ന്
തന്ന് ഇടിപ്പിച്ച് കൊണ്ടുപോയി യോഗത്തിന് നിർത്തി. അങ്ങനെ ഒരു പുതിയ ഉടുപ്പും കിട്ടി. ഇതെന്താണിത് പാസ്റ്റർ? ഇപ്പൊ ഈ വൈറ്റിട്ടേക്കുന്നത് അല്ലേ? നിങ്ങൾക്ക് ഷോക്ക് വരും. അതുകൊണ്ടാ ഇവരെ കുറിച്ചൊക്കെ മത്തായി 23 പറയുന്ന ഉടുപ്പിന് ഭയങ്കര പ്രാധാന്യമാണ്. നീളം കൂട്ടുക, അതിനു വേണ്ട ക്രമീകരണങ്ങൾ. എന്താ ആളുകൾ കാണുമ്പോൾ നമ്മളൊരു ആത്മീയരാന്ന് പറയണം ബ്രദറേ. എന്തുവായിരുന്നത്? ഇതാണ് ഫരീസയൻ, യഹൂദ മതത്തിലെ തീവ്ര ഗ്രൂപ്പ്. എന്തിന്? ദൈവത്തിന് വേണ്ടി നിൽക്കണം. അല്ല, അങ്ങനെയല്ലേ നമ്മളൊക്കെ ഇറങ്ങിയത്. ഇപ്പൊ എന്തായി? ഇപ്പൊ ആകം പോയി, പുറത്തെന്താ ഭയങ്കര സെറ്റപ്പാ. നമുക്കൊരു മടങ്ങി വരവ് ആവശ്യമാണ്. അനുസരിക്കാൻ അകത്ത് നിന്ന് അനുസരണം, പുറത്തു നിന്നല്ല. ആളുകളെ കാണിച്ച് പാസ്റ്റർ ഭയങ്കര ഭക്തനാ കേട്ടോ, ഞങ്ങൾ കണ്ടതാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു അനുഭവം ഉണ്ടായി കേട്ടോ. ഞാനൊരു ആശുപത്രിയിലോട്ട് ഒരു പുള്ളിയെ കാണാൻ പോവുക. അപ്പൊ ഈ പുള്ളി എന്നെ കണ്ടെന്നുള്ളത് എനിക്കറിയാം. ഞാനിങ്ങനെ കയറി അങ്ങോട്ട് പോകുമ്പം നമ്മുടെ ആളാ. അപ്പം എന്നെ കണ്ടു. അപ്പം ഞാൻ ചെന്നു. അപ്പൊ ഇച്ചിരി കഥക് തുറന്നിരിക്കുക. അപ്പൊ ഒന്ന് കൊട്ടി കയറിയപ്പോ ബൈബിള് വായിച്ചുകൊണ്ടിരിക്കുക. ഉയ്യോ, ഞാൻ ഓർത്തു കൊള്ളാമല്ലോടാ മോനെ. അതാണ് ഫരീസയൻ. വചനമനുസരിക്കണം, അകത്ത് നിന്നനുസരിക്കണം, പുറത്താരെയും കാണിക്കാനല്ല. അകം പാപത്തിൽ പുളഞ്ഞുകൊണ്ട് പുറത്ത് ഭക്തിയും പരിപാടികളും കാണിച്ചാൽ വിലപ്പോകത്തില്ല പ്രിയരെ. നിക്കോദിമോസ് കർത്താവിന്റെ അടുക്കൽ വന്നു നിൽക്കുക. ഇവർ ഇത്രയും വചനം പഠിച്ചിട്ട്, ഞാൻ ചില വാക്യങ്ങളൊന്ന് വായിച്ചോട്ടെ. യോഹന്നാൻ 5:39-40 വാക്യവും പിന്നീട് 46 വാക്യവും. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. ബൈബിൾ പഠിച്ചാൽ ആരെക്കുറിച്ചുള്ള സാക്ഷ്യമാ? ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ. പക്ഷെ ഇവർക്ക് മനസ്സിലായില്ല. യേശു വന്നപ്പോ പറയാം ബേൽസിബൂവിനെ കൊണ്ടാ ശുശ്രൂഷിക്കുന്നത്. യേശു വന്നപ്പോ പറയും ഇവനൊരു ശമരിയനാണ്. ഈ പുസ്തകം മുഴുവനും ആരെക്കുറിച്ചാ? ഇപ്പൊ വെളിപ്പാടില്ല, ഭയങ്കര പഠനമാ. ബ്രദറെ, എന്താ ഇപ്പോഴത്തെ ഡിഗ്രി? MD കഴിഞ്ഞു, MDH കഴിഞ്ഞു. ഇപ്പൊ ഞാൻ ഭയങ്കര സംഭവമാണ്. യേശുവിനെ അറിയണമെന്നൊന്നുമില്ല. അപ്പൊ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അപ്പൊ ബൈബിൾ പഠിക്കണ്ടെന്നാ പുള്ളി പറഞ്ഞത്. അങ്ങനല്ല. പഠിച്ചാൽ വെളിപ്പാട് ക്രിസ്തുവിനെ കുറിച്ചുണ്ടാകണം അകത്ത്. അടുത്ത വാക്യം 40. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. നിത്യജീവന്റെ സോഴ്സ് യേശുവാ. ബൈബിൾ പണ്ഡിതാക്കളാണ്, പക്ഷെ യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. ഇനി 46 വാക്യം. നിങ്ങൾ മോശയെ വിശ്വസിച്ചു എങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു. അവൻ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഇതെല്ലാം എന്നെക്കുറിച്ച് എഴുതിയാണ്. യോ, നമ്മളിപ്പോ ദാവീദും ഗോലിയാത്തുമായിട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുക. യേശു പറയാ ഈ മോശ എന്നെക്കുറിച്ച് എഴുതിയത്. അപ്പൊ എന്താ ഈ സിനഗോഗിൽ പഠിച്ചത്? എന്താ ഈ പാണ്ഡിത്യം എടുത്തത്? എന്താ ഈ അനുസരിക്കാൻ ശ്രമിച്ചത്? ഇറ്റ് ഹാഡ് നത്തിങ് ടു ഡു വിത്ത് ജീസസ് ക്രൈസ്റ്റ്. കണ്ടോ അബദ്ധം? സന്തോഷിപ്പിക്കുന്ന വാക്യം. ഇപ്പൊ ഡിസംബർ 31 വരുന്നു. എല്ലാവരും ഓരോ കുറി ഉണ്ടാക്കും. നീ വലിയവനാകും, നീ എന്നിട്ട് എടുക്ക് എല്ലാവരും എടുക്കും. എനിക്കുള്ള വാഗ്ദത്തം. എന്തൊരു കളിയായത്! എന്നിട്ട് ചില അമ്മമാർക്ക് അങ്ങ് വലിയ വെപ്രാളമാണ്. ഞാൻ മോൻ ഇവിടെ ഇല്ല, അവൻ UK, അവന് വേണ്ടി, അവൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, 3 പിള്ളേർക്ക് വേണ്ടി ആകെ കൂടെ 10 എണ്ണം കൊണ്ടുവന്ന് അതിനകത്ത് ഈ പുള്ളിക്കാരി മുഴുവൻ എടുത്തു. ഇതാണോ നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ദൂത്? ഇതാണ് വാഗ്ദത്തം. ഇന്ന് രാത്രി ഞാൻ പറയാം, അകം മാറിയിട്ടില്ലെങ്കിൽ പുറത്തല്ല പരിച്ഛേദന, ആന്തരികമായി ഹൃദയത്തിന്റെ പരിച്ഛേദന. ഹാർട്ട് മസ്റ്റ് ടേൺ. അതിൽ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. ദൈവം ദൈവത്തിന്റെ വചനത്താൽ ചെയ്യണം. അതിനാണ് വചന ശുശ്രൂഷ.
നമ്മൾ കാണാതെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ഓപ്പറേഷൻ നടക്കുകയാണ്. നിങ്ങൾ ഈ വ്യക്തതയാണെങ്കിൽ നിങ്ങളുടെ അന്തരാത്മാവ് അതെന്നോടാണല്ലോ, പുറത്തെ മാന്യതയല്ല എൻ്റെ വീട്ടിലെന്നുള്ളത് എനിക്കറിയാം, അത് എന്നോട് ഇടപെടുകയാണ്. ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ള ദൈവത്തിന്റെ വചനം അകത്ത് ശസ്ത്രക്രിയ നടക്കുമ്പോൾ മതം പറഞ്ഞ് പാരമ്പര്യം പറഞ്ഞ് ബ്ലോക്ക് ചെയ്യല്ല. റിസീവ് ദ ന്യൂ ഹാർട്ട്. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ഈ യോഗത്തിൽ ആളുകൾ രക്ഷിക്കപ്പെടണം, ആളുകൾ രക്ഷിക്കപ്പെടണം. ഏറ്റവും വലിയ അത്ഭുതം ഇതാണ്. ഫരീസയർ ഇവർ ദശാംശം കൊടുത്തവരാണ്. അയ്യോ, അത് കേവലം പൈസയിലെ പത്തലൊന്നൊന്നുമല്ല. എന്ത് സംഭവം ഉണ്ടോ അവർ ദശാംശം ദൈവത്തിന് മാറ്റിവെക്കും. ദശാംശം കൊടുക്കുന്നവര്, വള്ളിയിൽ പോകുന്നവര്, ബൈബിൾ അനുസരിക്കാൻ ശ്രമിക്കുന്നവര്, ഇവരെക്കുറിച്ച് ഇനിയും പറയാൻ വേറെ നന്മയൊന്നുമില്ല. ഇതിൻ്റെ ഒരു പ്രതിനിധിയാണ് യേശുവിൻ്റെ അടുക്ക് വന്നപ്പോൾ യേശു പറയുന്നത്, പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം നീ കാണത്തില്ലടാ. യു ആർ ബ്ലൈൻഡ്, യു ആർ ബ്ലൈൻഡ്. ഷോക്കിംഗ്. ഇത് നിങ്ങളോട് പറയാനായി എനിക്ക് നിയോഗം. കാരണം മതമാണ് നമ്മുടെ ഈ ആന്തരിക കണ്ണിനെ ബ്ലൈൻഡ് ആക്കിയിരിക്കുന്നത്, തിമിരം പിടിച്ചിരിക്കുക. നമ്മൾ ഓർക്കുന്നത് ഇങ്ങനെയാ എല്ലാം എന്നാ. അങ്ങനെ അല്ല. ഒരുപാട് ആളുകൾ ചിന്തിക്കുന്നത് കർത്താവിന്റെ വരമുകൾ എല്ലാവരും കൂടെ പോകാൻ പോകുന്ന. എൻ്റെ പ്രിയരെ, ബൈബിൾ പറയുന്ന ചുരുക്കം ചിലരാ രക്ഷപ്പെടുന്നതെന്നാ. അതെവിടെ എഴുതിയിരിക്കുന്നത്? അത് മത്തായി 7:14 വായിക്കണ്ട. ആ ചുരുക്കം എത്ര? നഷ്ടപ്പെട്ടു പോകുന്നവരോടുള്ള ബന്ധത്തിൽ ഒരു ശേഷിപ്പെന്ന വാക്യം ഉപയോഗിക്കുക. ഇന്നും ഞാൻ വിദേശത്തുനിന്ന് ഒരു പ്രിയപ്പെട്ട വിളിച്ചപ്പം പറഞ്ഞു, എല്ലാ കാലത്തും എല്ലായിടത്തും ദൈവത്തിനൊരു ശേഷിപ്പുണ്ട്. പെന്തക്കോസ്തിൽ ആ ശേഷിപ്പുണ്ട്, ക്രൈസ്തവ മതത്തിൽ ഒരു ശേഷിപ്പുണ്ട്. പലപ്പോഴും ഇവരെയൊന്നും പലരെ അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു ശേഷിപ്പുണ്ട്. ഇതിനകത്തൊക്കെ ഒരു മാറ്റം വരാൻ പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എത്ര ദൈവദാസന്മാരുടെ ഉള്ളത്തിൽ കാര്യമറിയാമെന്നറിയാമോ? സഭാ നേതാക്കന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവർക്കറിയാം. പിന്നെന്താ ഒരു സ്റ്റെപ്പ് എടുക്കാതെ? അങ്ങനെ അങ്ങ് എടുക്കാനോ? അതാണ് വിഷയം, അതാണ് വിഷയം. നേരിട്ട് എന്നോട് പ്രസിദ്ധരായ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, അറിയാം നമ്മൾ അപകടത്തിലാണ്. ഇത് മുന്നറിയിപ്പ് കൊണ്ടുവരാനാണ് കർത്താവ് എനിക്ക് നിയോഗം തന്നിരിക്കുന്നത്. ഇത് അന്ത്യകാലമാണ്, നിങ്ങൾക്കറിയാം. അന്ത്യകാലത്തിലെ അന്ത്യമെന്ന് ചിന്തിച്ചു. വേഷം കെട്ടിലുള്ള ആത്മീയത നിർത്തിവെച്ച് ആന്തരികമായ മാറ്റം, അത് ദൈവവചനത്താലും പരിശുദ്ധാത്മാവിലാലും മാത്രമേ നടക്കത്തുള്ളൂ. പൈസ ഉള്ളതുകൊണ്ട് പൈസ വീശിയാലൊന്നും സ്വർഗത്തിൽ ബ്രൈബിങ് ഇല്ല. വസ്തു മേടിച്ചപ്പോൾ നമ്മൾ ആർക്കാണ്ട് ഒരു ചെറിയത് കൊടുത്തു, ടാക്സ് വെട്ടിക്കാൻ വേറെ ഒന്ന് കൊടുത്തു. എനിക്ക് അത്ഭുതമാ, പെന്തിക്കോസുകാരൻ ടാക്സ് വെട്ടിക്കൂ? ഇവൻ പുതുതായിട്ട് ജനിച്ചവനാണോ? കള്ളക്കണക്കുണ്ടാക്കുമോ? എന്തൊരു നിശബ്ദത. മത്തായി 23:23 കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ തുളസി, ചതുകുപ്പ, ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. അല്ലാതെ അതുകൊണ്ട് മാത്രം പാസ്സായി പോവുകയല്ല. സ്തോത്രം. ദൈവം ഇവരിൽ ഇംപ്രസ്ഡ് അല്ല. പ്രിയരെ, നമ്മുടെ കണ്ണ് തുറക്കട്ടെ. മതം രക്ഷിക്കത്തില്ല. ഫരീസയരായി മതത്തിനകത്തെ ഒരു സ്പെഷ്യൽ ഗ്രൂപ്പ് രക്ഷപ്പെടത്തില്ല. വിശുദ്ധി വേർപാടെന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടത്തില്ല. അകത്താണ് വിശുദ്ധി, അതാണ് പുറത്ത് കാണേണ്ടത്. ആഭരണം ഊരി അതെന്താ നമ്മൾ വിശുദ്ധിയും വേർപാടുവാ ബ്രദറെ. അകത്തിരിക്കുന്നതോ 1ാം ക്ലാസ് തട്ടിപ്പും മ്ലേച്ഛതയും. എങ്ങോട്ട് പോകുമെന്നായി പറയുന്നേ? എങ്ങോട്ട് പോകാനാ? അല്ല, അന്ന് കൈ അടിച്ചാൽ മതി. അടിച്ചാൽ ഇതെന്താ ഹെലികോപ്റ്ററാണോ ഈ കറങ്ങുന്ന പോലെ നമ്മളെ ഉയരുന്നു? ഒന്നുമില്ല. വിശുദ്ധിയും വേർപാടും അകത്താണ് വരേണ്ടത്. അകത്ത് നിന്നാണ് ഇത് പുറത്തോട്ട് റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്.
അല്ലാതെ പുറത്ത് കാണിക്കുന്നതല്ല. അത് ആളുകൾ മാർക്കിടും. മൂന്നാമത്തെ പ്രധാന കാര്യം, 1, മതം രക്ഷിക്കത്തില്ല. 2, വിശുദ്ധിയും വേർപാടും പറഞ്ഞതുകൊണ്ട് ആന്തരികമായി അതില്ലെങ്കിൽ രക്ഷപ്പെടത്തില്ല. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ആ 1-ാം വാക്യത്തിൽ നോക്കിയ അതിൻ്റെ 2-ാം ഭാഗം, യഹൂദന്മാരുടെ ഒരു പ്രമാണി. ഇയാള് നിസ്സാരനല്ല, യഹൂദ മതാനുസാരിയാണ്. അതിനകത്തെ ഒരു കോർ ഗ്രൂപ്പാണ് ഫരീസയർ. കേൾക്കണം, അതിനകത്തെ കോർ ഗ്രൂപ്പാണ് പ്രമാണി. പ്രമാണി എന്ന് പറഞ്ഞാൽ സൻഹെദ്രി സംഘത്തിലെ അംഗം. മഹാപുരോഹിതന്റെ കൂടെ 70 പേരുടെ ഉണ്ട്. അവരാണ് സുപ്രീം കോർട്ട് എന്ന് വേണേ നമുക്ക് വിളിക്കാം. യഹൂദന്മാരുടെ രാഷ്ട്രീയപരമായും മതപരമായ കാര്യത്തിന്റെ ഫൈനൽ വാക്ക് ഇവരാ. ആത്മീകത എങ്ങനെ പോകണം, ഇന്ന കാര്യങ്ങൾ ചിലത് തെറ്റ്, ഇത് ശരി എന്നൊക്കെയുള്ള ഫൈനൽ വാക്ക് അവരാണ്. ഈ 70 പേരിലെ ഒരാളാണ് നിക്കോദിമോസ്. അദ്ദേഹത്തോടാണ് കർത്താവ് പറയുന്നത്, നീ പുതിയതായി ജനിക്കണം. ഭയാനകമാണിത്. എന്താന്ന്, എക്സിക്യൂട്ടീവിലെ ആളാ, നീ പുതിയതായിട്ട് ജനിച്ചോ? ഞങ്ങളാണെല്ലാം തീരുമാനിക്കുന്നത്. പുതിയതായിട്ട് ജനിച്ചില്ലെങ്കിൽ യു വിൽ നോട്ട് ഗോ ടു ഹെവൻ. കണ്ടോ, നമ്മൾ ഓർക്കുന്നത് പ്രധാനപ്പെട്ട പൊസിഷനിലിരിക്കുന്ന ബഹുമാനപ്പെട്ട റെവറൻഡ് ഡോക്ടർ ഒക്കെ പ്രത്യേകം കളരുക. ബൈബിള് പിടിക്കാൻ ഒരാള്, ആനയിച്ച് കൊണ്ടുപോകാൻ ഒരാള്, പിന്നെ വന്നു കഴിഞ്ഞാൽ കുറച്ചും മണിയാന്നോ പൈസ കൊടുക്കണം, അല്ലേലോ അല്ലേ ഞാൻ ഉഴപ്പും. വാട്ട് ഈസ് ദിസ്? ഇതൊക്കെയല്ലേ ഇവിടങ്ങളൊക്കെ കണ്ടുവരുന്നത്. നമ്മൾ എവിടെ വീണ് പോയെന്ന് തിരിച്ചറിഞ്ഞ് വേർപെടേണ്ടടുത്ത് വേർപെട്ടോണം. എത്ര പെന്തിക്കോസ്തുകാര് രക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? എത്ര പേര് അറിഞ്ഞുകൂടാ. പലരും സ്നാനപ്പെട്ടതാ, രക്ഷിക്കപ്പെട്ടവരല്ല. പ്രാദേശിക സഭയിലെ ഉപദേശിമാർ ഇതിന് കണക്ക് കൊടുക്കുന്നുള്ള 3 തരമാണ്. സ്തോത്രം. സെനദ്രി സംഘത്തിലെ സകല അധികാരവും ഇവരുടെ കയ്യിലാണ്. ഇവർ ഭയങ്കരമായ പണക്കാരാണ്, ബൈബിൾ സ്കോളേഴ്സ് ആണ്, നാട്ടിലെ രാഷ്ട്രീയ ഇൻഫ്ലുവൻസ് ഉള്ളവരാണ്. ദൈവം മാനിച്ചു ബ്രദറെ. എന്താ നിക്കോദീമോസ് സാർ അങ്ങനെ പറയാൻ കാരണം? ഞാനൊരു പ്രത്യേക നിലയിലേക്ക് ദൈവം കൊണ്ട് എത്തിച്ചിരിക്കുക. സാറേ, യേശു പറയുന്നത് സാറ് ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിലല്ലെന്നാ. അപ്പൊ ഒരു പൊസിഷനും ദൈവത്തോടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതല്ല. ഇങ്ങനെയുള്ള ഒരാളിനും ഹയസ്റ്റ് പൊസിഷനിൽ ഇരിക്കാം. ഭയങ്കര ഇൻഫ്ലുവൻസ്. നാട്ടിൽ കാര്യം നടക്കണമെങ്കിൽ പുള്ളി പറഞ്ഞിട്ടാ. പുള്ളി അറിയാതൊന്നും അവിടെ ആരും ചിമുങ്ങത്തില്ല. അദ്ദേഹം ഒരു വീട്ടിൽ കയറി വന്നാൽ, ഒരു പള്ളി കയറി വന്നാൽ ബഹുമാന പുരസ്സരം ആളുകൾ എഴുന്നേറ്റ് നിൽക്കും. ആരാ? ഇന്ന് അങ്കിള് ഞങ്ങളവിടെ ആയിരുന്നു. ആര്? നിക്കോദീമോസോ? അയ്യോ, യേശുവിന്റെ മുന്നേ വന്നു. ഒന്നും യേശു മറച്ചു വെച്ചില്ല. ഡിഫൈനിങ് മോമെന്റാ. എന്നോട് കർത്താവ് പറഞ്ഞ നിങ്ങളോട് പറയാം, ഇത് നിങ്ങളിൽ ചിലർക്കൊരു ഡിഫൈനിങ് മോമെന്റ് ആകട്ടെ. സ്നാനപ്പെട്ടതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഈ വലിയ സെക്രട്ടറിയും ഏതാണ്ട് ആനയാന്ന് പറഞ്ഞൊക്കെ അവിടെ ഇരിക്കട്ടെ. അകം മാറിയിട്ടില്ലേ നീ അപകടത്തിലാണ്. അകം മാറിയിട്ടില്ലേ നീ അപകടത്തിലാണ്. നാലാമത്തെ കാര്യം നോക്കിക്കേ, യോഹന്നാൻ 3:2 വാക്യം. ഇവൻ ഭയങ്കര അത്ഭുതങ്ങൾ കണ്ടവനാ. ഞാൻ ആ വാക്യം വായിക്കാം. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് അവനോട്, റബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അതിന് കാരണം പറയാം. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഇന്നത്തെ അത്ഭുതം പോലൊന്നുമല്ല. പച്ചയ്ക്ക് ദൈവശക്തി വ്യാപരിക്കുന്നത് ഇദ്ദേഹം കണ്ടു. കണ്ടതുകൊണ്ടാ യേശുവിന്റെ അടുക്കൽ വന്ന് നല്ല സാക്ഷി, അവന്റെ വിശ്വാസം പ്രകടിപ്പിക്കുക. ഇതൊരല്പം വിശദീകരണം വേണ്ടതാണ്. അത്ഭുതങ്ങളിൽ ഉണ്ടാകുന്ന വിശ്വാസം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം.
ഈ 3-ാം അധ്യായം 2-ാം അധ്യായത്തിന്റെ തുടർമാനമാണ്. ബൈബിൾ എഴുതുന്ന സമയത്ത് യോഹന്നാൻ എഴുതിയപ്പോൾ 3-ാം അധ്യായം എന്ന് പറഞ്ഞൊന്നും തുടങ്ങിയില്ല അദ്ദേഹം. പിൻകാലങ്ങളിലാണ് അധ്യായങ്ങളായിട്ടും വേഴ്സുകളായിട്ടും ഒക്കെ തിരിക്കുന്നത്. നല്ല കാര്യമാണ്. അതുകൊണ്ടല്ലേ 3-ാം അധ്യായം 1 ഒക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ ഒക്കുന്നത്. അപ്പം ഈ ഡിവിഷൻ ഇല്ലാതെ നമ്മൾ ഇത് വായിച്ചാൽ 23-ാം വാക്യത്തിന്റെ തുടർമാനമായി 23, 24, 25, പിന്നെ അടുത്തത് അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അത് പറയാൻ കാരണമുണ്ട്. നിങ്ങൾ നോക്കിക്കുക 23-ാം വാക്യം. പെസഹ പെരുന്നാളിൽ യെരുശലേമിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങളെ കണ്ടിട്ട് പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. നിക്കോദിമോസ് മാത്രമല്ല, പലരും. നിക്കോദിമോസ് ഇതിനകത്തുള്ള ആളാ. അതാ 3-ാം അധ്യായത്തിൽ ഇതിനകത്ത് നിന്ന് ഒരാളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പലരും വിശ്വസിച്ചു എന്ന വാക്കാ. ഞാൻ ചുമ്മാതെ പറയാണോന്നൊന്ന് നോയിക്കേ. അയ്യോ ഭാഷ, ഇന്നലെ ഭാഷ പ്രാർത്ഥിച്ചപ്പോ എനിക്കങ്ങ് വിശ്വാസമായി. യേശു ചെയ്ത അത്ഭുതത്തിൽ യേശുവിൽ വിശ്വാസം അർപ്പിച്ചെന്ന്. അത് ഏതൊക്കെ അത്ഭുതമായി യേശു ചെയ്തത് അവിടെ യോഹന്നാൻ എടുത്തു പറയുന്നില്ല. പക്ഷേ അത്ഭുതങ്ങൾ നിമിത്തം ആളുകൾ കർത്താവിന്റെ നാമത്തിൽ വിശ്വസിച്ചു. എന്ത് വിശ്വസിച്ചു? യേശു ദൈവമാണെന്ന് വിശ്വസിച്ചു? അങ്ങനങ്ങില്ല. യേശു പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യാഗം അർപ്പിക്കാൻ പോകുകയാണെന്ന് വിശ്വസിച്ചോ? അല്ല, അങ്ങനൊന്നും ചോദിക്കരുത്. അങ്ങനങ്ങ് ചോദിക്കാതെ പിന്നെന്ത് വിശ്വസിച്ചു? സാധാരണ അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന വിശ്വാസം ഒന്നിലൊരു പ്രവാചകനാണ്, മെശിയ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതും അവർ ചിന്തിക്കുന്ന മെശിയ പട്ടാള മേധാവി ആയിരിക്കുന്ന മെശിയ. ഇത്രയൊക്കെയുള്ള ചിന്തകളാണ്. അതാവാനാണ് സാധ്യത. എന്നാൽ ഈ വിശ്വാസം ഉപരിപ്ലവ വിശ്വാസം, സൂപ്പർഫിഷ്യൽ വിശ്വാസമായിരുന്നു തെളിക്കാൻ പോവുകയാണ്. കൃത്യമായിട്ട് നിങ്ങൾ ബൈബിൾ നോക്കണം. ആ 23-ാം വാക്യവും 24 കൂടെ ചേർത്ത് പഠിക്കണം. 23, പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. ആ വാക്കൊന്ന് അണ്ടർലൈൻ ചെയ്യണം. യോഹന്നാൻ പറയുന്നത് കർത്താവ് ചെയ്ത അത്ഭുതങ്ങളോടുള്ള മനുഷ്യരുടെ പ്രതികരണമാണ്. പക്ഷേ ഈ വിശ്വാസം വിലപ്പോയില്ല. തെളിവ് എവിടെയാ? 24-ാം വാക്യം. യേശുവോ എല്ലാവരെയും അറിയുക കൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. അവര് വിശ്വസിച്ചു, അവരുടെ വിശ്വാസത്തിൽ യേശു വിശ്വസിച്ചില്ല. ഞാൻ അത്ഭുതം കണ്ടു, അങ്ങനെ ഞാൻ വന്നിരിക്കുക. ശരിക്കും അങ്ങയുടെ കൂടെ ദൈവമുണ്ട്. മൈൻഡ് ചെയ്തില്ല യേശു. അതെന്താണ്? നിക്കോദിമോസിന്റെ ഹൃദയത്തെ കർത്താവ് കാണുന്നു. ഉപരിപ്ലവമാ. ഇറ്റ് ഈസ് സൂപ്പർഫിഷ്യൽ ഫെയ്ത്ത്. റിയൽ ഫെയ്ത്ത് അല്ല, സേവിംഗ് ഫെയ്ത്ത് അല്ല, രക്ഷിക്കുന്ന വിശ്വാസമല്ല. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ടെന്നാണ് യോഹന്നാന്റെ സുവിശേഷം നിങ്ങൾ പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. നിങ്ങൾ ബൈബിൾ തിരിക്കുക പോലും വേണ്ട, നിങ്ങൾക്ക് അറിയാം. 6-ാം അധ്യായത്തിൽ വരുമ്പോൾ ആദ്യത്തെ 15 വാക്യങ്ങളിൽ 5 അപ്പവും 2 മീനും കൊണ്ട് കർത്താവ് പുരുഷാരത്തെയൊക്കെ പോഷിപ്പിക്കുന്നു. ആളുകളെല്ലാം കൂടെ ഇളകി. ഇവിടെ ആളുകൾ പറഞ്ഞു, ഇതെന്തൊരു അത്ഭുതമാണ്, നമുക്ക് ഇദ്ദേഹത്തെ രാജാവാക്കിയാലോ. യേശു പറഞ്ഞു, വണ്ടി വിടടാ. എല്ലാവരും കൂടെ അക്കരയ്ക്ക് കടത്തി. യേശു ഒരു മലയിൽ പോയി പ്രാർത്ഥിക്കുക. അപ്പോൾ യേശു നോക്കുമ്പോൾ ഇവരക്കരയ്ക്ക് പോകുന്നു. അവരൊരു വലിയ കൊടുങ്കാറ്റിൽ അകപ്പെട്ടു. യേശു വെള്ളത്തിൻ്റെ മീതെ നടന്നു വന്ന് അവരെ രക്ഷിച്ച് അവരക്കരയ്ക്ക് പോയി. അടുത്ത ദിവസം എന്നോ ഉണർവാ. എന്തോടെ യോഗത്തിന് എത്ര കുബൂസ് വേണേലും കിട്ടും, എത്ര മീൻ വേണേലും കിട്ടും. 1-ാമത് മീനിന് വിലയാണ്, പക്ഷെ ഇഷ്ടം പോലെ കഴിക്കാം. നല്ല വചനം, ചെല്ലുന്നവർക്കെല്ലാം സൗഖ്യം, ഇഷ്ടം പോലെ തീറ്റി. ഈ 3 കാര്യം കൊടുക്കാമെങ്കിൽ നിങ്ങളുടെ സഭയിൽ ഇഷ്ടം പോലെ ആൾ വരും. അപ്പൊ ഈ 2-ാം ദിവസം വന്നപ്പോൾ ഇവര് പ്രതീക്ഷിച്ചത് എന്താ? തീറ്റയും പ്രതീക്ഷിച്ചു, അത്ഭുതവും പ്രതീക്ഷിച്ചു. 2-ാം ദിവസം യേശു അത്ഭുതം ചെയ്തില്ല. യേശു എന്ത് ചെയ്തു? ഒരൊറ്റ പ്രസംഗം. എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും, എൻ്റെ മാംസം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ്റെ ഉള്ളിൽ ജീവനുണ്ട്. 60-ാം വാക്യത്തിൽ വന്നപ്പോൾ അവർ പറഞ്ഞെന്താണെന്നറിയാമോ? ഇത് കഠിന വാക്ക് എന്ന് പറഞ്ഞ കാര്യം മനസ്സിലായി. എന്നെ ഉള്ളിലാക്ക, ഞാനുമായി വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വാ. നോ,
അപ്പൊ ഈ രണ്ടാം ദിവസം ഈ ഇടിച്ചു കയറിയ ആളെല്ലാം വിശ്വസിച്ചതാണോ? ഉണ്ട്, എന്നാൽ അങ്ങനെ വിശ്വാസമില്ല. ഇനി 66 വാക്യം. 66 ശിഷ്യന്മാരുൾപ്പെടെ, 12 പേരല്ല, അല്ലാതെ കർത്താവിൻ്റെ കൂടെ പോകാൻ സമർപ്പിക്കപ്പെട്ട ശിഷ്യന്മാരുൾപ്പെടെ എല്ലാവരും യേശുവിനെ വിട്ടേച്ചു പോയെന്ന്. ഉപരിപ്ലവ വിശ്വാസം. ഏത് ഉപദേശിയും പതറും കേട്ടോ. ഇപ്പൊ സഭയിൽ എത്ര പേരുണ്ട്? 12 പേരുണ്ട്. യേശു വന്നിട്ട് അവരോട് പറയാ, നിങ്ങൾക്കും വേണേപ്പാം. അപ്പോഴാണ് പത്രോസ് പറയുന്നത്, അങ്ങേ വിട്ടിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകും? നിത്യജീവന്റെ മൊഴികൾ അങ്ങയുടെ പക്കലാണ്. നോ, പോകത്തില്ല അങ്ങേ വിട്ട്. അപ്പോഴെങ്കിലും നമ്മൾ ഓർത്തൊരു കർത്താവ് ഒരു ദൂത് പറയും, പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു, പക്ഷെ നിങ്ങൾ ഒരുത്തം പിശാചാണ്. സഭയിൽ ആ കൂടെ ഇനി 12 ഉള്ളൂ. അതിൽ ഒരുത്തനെ കുറിച്ച് യേശു പറയാ, ഒരുത്തൻ എന്താ കണ്ടോ? ഉപരിപ്ലവ ഉണർവുകൾ, ഉപരിപ്ലവ വിശ്വാസം. 2-ാം അധ്യായത്തിന്റെ 23 മുതലുള്ള വാക്യങ്ങളിൽ ഇതാണ് സംഭവിച്ചത്. ഇതിന്റെ വക്താവാണ് നിക്കോദിമോസ്. എന്നിട്ട് അതിന്റെ 25-ാം വാക്യം, മനുഷ്യനിൽ ഉള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കയാൽ തനിക്ക് മനുഷ്യനെ കുറിച്ച് യാതൊരുത്തിൻ്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. അത്ഭുതം കണ്ടു, പക്ഷേ അത്ഭുതവും അടയാളങ്ങൾ കൊണ്ട് അവർക്ക് കൃത്യമായ വിശ്വാസം ആന്തരികമായി ഉണ്ടായില്ല. യേശുവിൻ്റെ യഥാർത്ഥ ഐഡന്റിറ്റി അവർക്ക് ബോധ്യമായില്ല. ദൈവത്താൽ അയക്കപ്പെട്ട ഉപദേഷ്ടാവായെന്ന് മനസ്സിലായി, അല്ല ദൈവത്തിൻ്റെ പുത്രനാണെന്ന് അവർക്ക് മനസ്സിലായില്ല. ഞാൻ ദൈവമക്കളോടൊരു കാര്യം പറയാം. നമ്മുടെ വിശ്വാസത്തെ ശോധന ചെയ്യണം. ഈ ഫരീസയൻ നിക്കോദിമോസിന് വിശ്വാസമുണ്ട്. പിന്നെ വിശ്വാസം ഉണ്ടായിട്ടല്ലേ ഈ രാത്രി ഞാൻ വന്നത്. എന്തെല്ലാം കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാണ് ഞാൻ രാത്രി വന്നിരിക്കുന്നത്. രക്ഷിക്കുന്ന വിശ്വാസമാണോ? കർത്താവ് നീ സ്വർഗത്തിൽ പോകത്തില്ല. തിങ്ക് മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. യോഹന്നാൻ 8:30-31 പെട്ടെന്ന് വായിര്. യോഹന്നാൻ 8:30-31 വാക്യം. അവൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും അവനിൽ വിശ്വസിച്ചു. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും. മതി. വാസ്തവമായ ശിഷ്യൻ, ജെനുവിൻ ശിഷ്യൻ ആരാ? വിശ്വാസം ജീവിതത്തിൽ അത് പ്രതിഫലിക്കുകയാണ്. ഫ്രൂട്ടുണ്ട്. എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ, അല്ലെങ്കിലോ ഫ്രോഡാണ്. ചുമ്മാ വിശ്വാസം കൊണ്ട് ആളുകളെ ഇളക്കാം. രക്ഷിക്കുന്ന വിശ്വാസമുണ്ട്. അതൊരു വലിയ സബ്ജക്റ്റാണ്, രക്ഷിക്കുന്ന വിശ്വാസം. അതിനകത്ത് പെട്ടെന്ന് അത് വന്നതുകൊണ്ട് തെറ്റിദ്ധാരണകൾ എന്തെങ്കിലും കൊണ്ട് മാറാൻ വേണ്ടി 3 ഘടകമെങ്കിലും രക്ഷിക്കുന്ന വിശ്വാസത്തിലുണ്ട്. ഒന്ന്, വിശ്വസിക്കുന്നത് യേശുവിനെ കുറിച്ചാണെങ്കിൽ യേശുവിനെ കുറിച്ച് ഒരു അറിവ് എനിക്ക് വേണം. എന്തറിവ്? അവിടുന്ന് തൃത്വത്തിൽ രണ്ടാമനാണെന്ന്, അവിടുന്ന് ദൈവമാണ്. എന്തറിവ്? അവിടുന്ന് കന്യകാ ജനനത്തിലൂടെ ഈ താണഭൂമിയിൽ മനുഷ്യനായി കടന്നു വന്നു. എന്തറിവ്? പൂർണ്ണ ദൈവം പൂർണ്ണ മനുഷ്യൻ. എന്തറിവ്? 33.5 തിരുവയസ്സ് പാപം കൂടാതെ ഈ ലോകത്തിൽ അവിടുന്ന് ജീവിച്ചു. എന്തറിവ്? അതിന്റെ അവസാനത്തിൽ 2 കള്ളന്മാരുടെ നടുവിൽ 3 ആടുകളുടെ മേൽ മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി അവിടുന്ന് യാഗമായി. എന്തറിവ്? അവിടുന്ന് മരിച്ചു, അവിടുന്ന് അടക്കപ്പെട്ടു. 3-ാം ദിവസം കല്ലറകളെ ഭേദിച്ചുകൊണ്ട് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. മരണത്തെ തോൽപ്പിച്ച് അവിടുന്ന് ഉയർന്നെഴുന്നേറ്റു. എന്തറിവ്? അവിടുന്ന് സ്വർഗാരോഹണം ചെയ്തു. അധികം താമസം വിന അവിടുന്ന് മടങ്ങി വരുന്നു എന്നിത്യാദി കാര്യങ്ങൾ വചനത്തിലൂടെ എനിക്ക് വെളിപ്പെട്ട് കിട്ടണം. വിശ്വാസമായില്ല. 1-ാം സ്റ്റെപ്പ് അതാ, അറിവ് വേണം. അറിവില്ലാത്ത കാര്യത്തെ ഞാൻ എങ്ങനെയാ വിശ്വസിക്കുന്നത്? 2-ാമത്തെ സ്റ്റേജ്, കിട്ടിയ കാര്യം അറിവ് എൻ്റെ ഹൃദയത്തിൽ അസസ് ചെയ്തപ്പോൾ ഒരു സംശയവുമില്ലാതെ ഇത് സത്യമാണ്,
മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒറ്റ നാമമേ ഉള്ളൂ. എൻ്റെ ഉള്ളിൽ അത് ബോധ്യമായി മാറി. ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിൽ ഒരൊറ്റ മധ്യസ്ഥനേ ഉള്ളൂ, ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ ഉള്ളത്തിൽ ബോധ്യമായി. രണ്ടാം സ്റ്റേജാ, വിശ്വാസമായില്ല. മൂന്നാമത്തെ സ്റ്റേജാണ്, ഇതിൽ കർത്താവിനെ കുറിച്ച് എനിക്ക് ബോധ്യമായപ്പോൾ മുഴു ഹൃദയത്തോടെ ആശ്രയിക്കുക. നിത്യജീവനായി വേറെ ഒരു കാര്യത്തിലുമില്ല. എൻ്റെ കർമ്മപ്രവർത്തികൾ കൊണ്ടോ വേറെ ഒരു കാര്യമില്ല. രക്ഷിക്കപ്പെടാൻ വിശ്വാസവും വേണം ബ്രദറെ, പിന്നെ കുറെ കാര്യവും വേണം ബ്രദറെ. ഒരു കാര്യവും വേണ്ട. യേശുവിൽ അർപ്പിക്കുന്ന വിശ്വാസത്താൽ ദൈവം എന്നെ നീതീകരിക്കുന്നു. ഞാൻ അറിഞ്ഞത് സത്യമാണെന്ന് ബോധ്യമായ സത്യത്തിന് വിശ്വാസത്താൽ ഞാൻ യേശുവിൽ ആശ്രയിക്കുക. ഇതാ രക്ഷിക്കുന്ന വിശ്വാസം. അല്ലാതെ വിശ്വസിച്ചോ ബ്രദറെ, വിശ്വസിക്കും ബ്രദറെ, ഷൂ കൂട്ടി പറഞ്ഞാൽ വിശ്വാസമാകത്തില്ല. അല്ലാതെ എന്തെങ്കിലും ഏതാണ്ടൊരു സംഭവം ഞാൻ വിശ്വസിക്കുന്നു, ഭയങ്കര ഒരു മൂവ് നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? യേശുവിൻ്റെ അത്ഭുതം നേരിട്ട് കണ്ടുവന്ന മനുഷ്യനോട് കർത്താവ് പറയാണ്, ആ വിശ്വാസം രക്ഷിക്കാൻ പര്യാപ്തമല്ല. പുതിയതായിട്ട് ജനിക്കണം, അല്ലെങ്കിൽ നീ ദൈവരാജ്യം കാണുകയില്ല. അഞ്ചാമത്തെ കാര്യം, യേശു അവനോട് ഉത്തരം പറഞ്ഞത് 10-ാം വാക്യം, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇത് അറിയുന്നില്ലയോ? യേശു പറഞ്ഞ വചനം പുള്ളിക്ക് തിരിഞ്ഞില്ല. എടാ, നീ ഇവിടുത്തെ ഇസ്രായേലിലെ പ്രധാനപ്പെട്ട പണ്ഡിതനല്ലേ, നിങ്ങൾക്ക് അറിയുന്നില്ലേ? അപ്പൊ ഇസ്രായേലിലെ പണ്ഡിതാവ് സ്വർഗത്തിൽ പോകത്തില്ല. എന്താണിത്? പുള്ളിയാണ് ബൈബിൾ ക്ലാസ് എടുക്കും, പുള്ളി പ്രസംഗിക്കും. അവിടുത്തെ ഇസ്രായേലിൽ അങ്ങനെ ഒരു പ്രഭാഷകനില്ല. അതിന്റെ വെളിച്ചത്തിലല്ല പോകുന്നത്. അറിവ് നല്ലതാ, നല്ല കാര്യമൊക്കെ പഠിപ്പീരേ. പോകണമെങ്കിൽ അകത്ത് ഹൃദയം മാറണം. നിങ്ങൾക്കിതിന്റെ പ്രാധാന്യത മനസ്സിലാകുന്നുണ്ടോ? നിക്കോദിമോസിനെ പോലെ തിരുവല്ലയിലാരുണ്ട്? കടഞ്ഞെടുത്ത വെക്കുകയല്ലേ. ആ മനുഷ്യനോട് യേശു പറയാ, സ്കാനിങ് വന്നപ്പോൾ ഔട്ട്, യു ആർ നോട്ട് ഇൻ ദ കിങ്ഡം ഓഫ് ഹെവൻ. ഭയങ്കരമാണിത്. കണ്ണു തുറക്ക് പ്രിയരെ, കണ്ണു. ആടിയും പാടിയും ഒഴുക്കനൊത്ത് പോവുക, കാഹളൊന്നൊരിക്കുമ്പോൾ നമ്മളൊക്കെ പറക്കും. രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? പുതുതായി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത്, തലമുറയോർത്ത് കരയുവീൻ. നമ്മുടെ കരച്ചിലെല്ലാം ബിരുദാനന്തര ബിരുദമെടുക്കാനായി കരച്ചില്. കളയാതെ, അതൊരു വലിയ വിഷയമൊന്നുമല്ല. തോറ്റുപോയാലോ, അയ്യോ 1 വർഷം നഷ്ടപ്പെട്ടു. എവിടെ നഷ്ടപ്പെട്ടു? അല്ല, നഷ്ടപ്പെട്ടാൽ എന്നാ? ഒന്നുമില്ല. അതിനേക്കാൾ വലുതായി ഇത്. നിത്യത മുഴുവനും നിലനിൽക്കുന്നതാ. ഇഹലോകം മുഴുവൻ ഒരുവൻ നേടിയാലും അവൻ തന്നെത്താൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തു പ്രയോജനം? പ്രിയരേ, കണ്ണ് തുറക്ക്. ഇദ്ദേഹം വലിയ പണ്ഡിതനാ, പക്ഷേ ആത്മീകമായി അന്ധത പിടിച്ചവൻ, ആത്മീകമായി ചത്തവനാ. ആത്മീകമായി ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിലല്ല. ആത്മീകമായി ദൈവവുമായി വ്യക്തിപരമായി ഒരു ബന്ധവുമില്ല. പക്ഷേ ഞങ്ങളുടെ ഉപദേശം കറക്റ്റാ കേട്ടോ. ഓഹോ, മത്തായിയുടെ സുവിശേഷം 23 അതിന്റെ 3-ാം വാക്യം, ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യുവീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉണ്ട്. യേശു തന്നെ പറയാം. അതിൻ്റെ അർത്ഥം ഡോക്ട്രിൻ കറക്റ്റാ. അവർ പറയുന്ന പോലെ ചെയ്യണം, അവരുടെ പ്രവർത്തികൾ പോലെ ചെയ്യരുതാനും. അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. അകത്ത് സംഭവമില്ല, കോട്ട് ചെയ്ത് കാര്യം പറയും. വാട്ട് എ ഹിപ്പോക്രസി! എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ലൈഫിനെ ദൈവസന്നിധിയിൽ അസസ് ചെയ്യുക. തിരുവല്ല പട്ടണ നിവാസികളെ, നമ്മൾ എങ്ങോട്ടാണ് ഇത് പോകുന്നത്? ആത്മീകം എന്താണ്?
ഹൃദയത്തിന്റെ പരിച്ഛേദന, അകം മാറണം. അല്ലാത്തത് മുഴുവനും വെച്ചുകെട്ടാണ്, ഡ്രാമയാണ്, കളിപ്പീരാണ്. അന്യഭാഷ പറയുന്നത് കളിപ്പിച്ച് പറയുന്ന പുള്ളികളുണ്ട്. ഞാനിതൊന്നും വെറുതെ പറയല്ല. അന്യഭാഷ പറഞ്ഞ ആളുകൾ ചർച്ചിൽ വന്ന് രക്ഷിക്കപ്പെട്ടു. ഇന്ന് രാത്രിയിൽ അവരിവിടൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ വെറുതെ ഒരു കാര്യം പറയുന്നതല്ല. അതെന്താ? ഓളമാ തമ്പറടിക്കുമ്പോ എന്തുവന്ന് തുള്ളാൻ തോന്നുക. ഞാൻ ആ ബാഹ്യമായ പ്രകടനത്തെ വിമർശിക്കുകയല്ല. അകത്ത് സംഭവം ഇല്ലാതെ തുള്ളിയാൽ വേർക്കാമെന്നുള്ളതേ ഉള്ളൂ. അകം മാറണം. ഇറ്റ്സ് ദ ഹാർട്ട് ദാറ്റ് മസ്റ്റ് ചേഞ്ച്. നോയിക്കേ മത്തായി 23:14-15, അത് 33-ാം വാക്യം. ഇവരെ കുറിച്ച് കർത്താവ് പറയുന്നത്. ഞാൻ ആ 33 മാത്രം വായിക്കാം. നിങ്ങൾ നോയിക്കേ ഇത്. പക്ഷെ നമ്മുടെ ഉള്ളത്തിൽ എന്താണെന്നറിയോ? നമ്മളോട് അതല്ല, അങ്ങനെ പറയത്തില്ല. ഈ ഫ്യൂണറൽ ശുശ്രൂഷയ്ക്ക് പോയി ഒരാളെ അടക്കാൻ പോവുക, എന്നെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതുപോലൊരു ദിവസം ഞാനും കിടക്കുമെന്നുള്ളത്? ഇല്ല. ആശ്വസിപ്പിച്ചേച്ച് പോരുക. യേശു പറഞ്ഞ വാക്ക്, പാമ്പുകളെ, സർപ്പസന്തതികളെ, നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും? പരീശനോട് ചോദിക്കുക. ഇതിൻ്റെ പ്രതിനിധിയാണ് വന്ന് യേശുവിൻ്റെ അടുക്കൽ നിൽക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. വേണേ ഒരു കാര്യം കൂടി നിങ്ങളുടെ ചിന്തക്കിട്ട് തരാം. ഇദ്ദേഹം നാട്ടിലെ യെരുശലേമിലെ 3 പ്രധാനപ്പെട്ട പണക്കാരിൽ ഒരാളാണ്. ബൈബിളിലെ ആന്തരിക തെളിവിൽ പണക്കാരനാണെന്നൊരു ധ്വനിയുണ്ട്. പ്രത്യേകിച്ച് യോഹന്നാൻ 19:39-40 വാക്യങ്ങൾ പരിശോധിച്ചാൽ വാസ്തവത്തിൽ കർത്താവിൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന ഏകദേശം 32.5 കിലോഗ്രാം എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്പൈസസ് ആണ്. അതൊരു പണക്കാരന് മാത്രമേ കൊണ്ടുവരാനൊക്കെ ഉള്ളൂ. മാത്രമല്ല, സ്നേഹിതനാരാ? അരിമേത്യയിലെ യോസഫ്, ഒരു രഹസ്യ ശിഷ്യൻ, ഭയങ്കര പണക്കാരനാ. ഓ, ദൈവം മാനിച്ചു ബ്രദറെ. എന്നാ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ ഞാൻ തന്നെയാണ്. അതുകൊണ്ട് സ്വർഗത്തിലോട്ട് കയറിയില്ല. ഹൃദയം മാറണം. ഹൃദയം മാറണം. പൊസിഷനോ പണമോ പഠിപ്പോ പാരമ്പര്യമോ നിമിത്തം ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ ഒറ്റയാളും വരത്തില്ല. ദൈവം ആന്തരികമായി ഭരിക്കണമെങ്കിൽ അകത്ത് പുതിയ ജനനം സംഭവിക്കണം. ഉയരത്തിൽ നിന്ന് ദൈവം നമ്മളെ ജനിപ്പിക്കണം. ദൈവം മുൻകൈ എടുത്ത് ജനിപ്പിക്കുക. ഈ വചനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആത്മപ്രവൃത്തി ഉണ്ടാകും. ഞാൻ 6 കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത്. ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാം.